ടിയുടെ കലാ കുടുംബാംഗങ്ങൾക്ക് എൻ്റെ ഹൃദയപൂർവ്വമായ സ്നേഹ നമസ്കാരം. എനിക്കെൻ്റെ സ്വന്തം സഹോദരൻ പോലെ പ്രിയപ്പെട്ട ആളാണ് ടി.പി. രാമചന്ദ്രൻ വക്കീലും പൂങ്കുടി മനയിലെ കുട്ടേട്ടൻ തൊട്ടുള്ള ഒരു പാരമ്പര്യം പഴയകാലം മുതൽക്ക് സുഹൃത്തുക്കളായിട്ട് കൂടെ ഉണ്ട്. ഓരോരുത്തരും ഉണ്ണിയാണെങ്കിലും ഉസ്മാനാണെങ്കിലും മോഹൻദാസ് ആയാലും ഹാരിസ് ആയാലും ശ്രീനിവാസ് ആയാലും റഘുറാം ആയാലും ഓരോരുത്തരും ഇങ്ങനെ എണ്ണി പറയാവുന്ന ആളുകളാണ്. എല്ലാവരും വിദേശത്തിന്റെ അടുത്തുള്ള ആളുകളാണ്. ഹമീദ് ഗുരുക്കളും പൂങ്കുടിൽ ദേവേട്ടനും മുഹമ്മദ് അലി മാഷും രാമേന്ദ്രൻ വക്കീലും ഒക്കെ ചേർന്നാണ്. കുറെ പേരുണ്ട്, ഓർമ്മ വന്ന പേരുകൾ പറയാണ്. കല എന്നൊരു കൂട്ടായ്മ കൂട്ടാടുന്നു. ഇത് നേരത്തെ സഹൃദയായിരുന്നു. വക്കീൽ പറഞ്ഞു 2003 സഹൃദയുടെ ഉദ്ഘാടനം MT ആണ് നിർവഹിച്ചത്. അന്ന് MTയെ ഞാനാണ് കൊണ്ടുവന്നത്. അതാണ് എനിക്ക് കലയോടുള്ള ആദ്യത്തെ ബന്ധം, സഹൃദയോടുള്ള ആദ്യത്തെ ബന്ധം. വക്കീൽ പറഞ്ഞ് കോഴിക്കോട് പോയി കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ പ്രസംഗിച്ച് തിരിച്ചു കോഴിക്കോട് കൊണ്ടുചെന്നാക്കി. അന്ന് MT പറഞ്ഞ യാത്രയിൽ പറഞ്ഞൊരു വാചകം ഞാൻ അത്ഭുതത്തോടുകൂടി എപ്പോഴും ഓർക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതറിയില്ല. റൈറ്റർ may be a scoundrel, an antisocial, an evil, but you can trust the story. Writer may be a scoundrel, an antisocial, an evil, but you can trust the story. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എഴുത്തുകാരൻ ആരായിരുന്നു? സോഷ്യൽ മീഡിയയിൽ ഈ മരണശേഷം ഒരുപാട് നമ്മൾ കേട്ടത് MT വാസുദേവൻ നായരുടെ വ്യക്തിയെ കുറിച്ചുള്ള വാദങ്ങൾ. പക്ഷേ MT ജീവിച്ച കാലത്ത് കമാമൊരക്ഷരം ഉണ്ടാത്ത അനേകം ആളുകൾ ബാലേന്ദ്ര ചുള്ളിക്കാട് എഴുതിയ കവിത പോലെ മരിക്കുമ്പോഴല്ലോ പുഴുക്കൾക്ക് സദ്യ. ആ പുഴുക്കളുടെ സദ്യയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ MTയെ ഇഷ്ടപ്പെടുന്നവർ ആ സദ്യ കഴിഞ്ഞ് MTയുടെ യശശരീരത്തെ വീണ്ടെടുക്കും. അതാണ് സജീഷ് വൈഖരി എന്ന ഒരു ഒറ്റയാൾ കലാകാരൻ കുറഞ്ഞ സമയം കൊണ്ട് കാണിച്ചത്. വേലായുധനെയും അച്യുതൻ നായരെയും അമ്മായിയെയും അമ്മുക്കുട്ടിയെയും ബാപ്പുട്ടിയെയും മമ്മദ് കായനെയും വെളിച്ചപ്പാടിനെയും ആ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയി. ഒരു കലാകാരൻ എത്ര സമർത്ഥമായിട്ടാണ് ഇത്ര വലിയൊരു സാക്ഷാത്കാരം സാധിക്കുന്നത് എന്നതിന് സജീഷ് വൈഖരി ഒരു ദൃഷ്ടാന്തമാണ്. അദ്ദേഹത്തിന് എന്റെ ഹൃദയപൂർണ്ണമായ ഷഫീഖ് മാഷിന്റെ മനോഹരമായ ഒരു കാവ്യപുസ്തകം ഞാനിവിടെ പ്രകാശിപ്പിച്ചു. അതിൽ പറയുന്നുണ്ട്, ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവരോട് എല്ലാം ഓർക്കാം, പക്ഷേ മറക്കണമെന്ന് വാശിപ്പിക്കരുത്. മറവിയുടെ താക്കോൽ എന്റെ കൈവശമില്ല. നഷ്ടപ്പെട്ടതിലെ ആദ്യത്തെ വരികളാണ്. ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചവരോട് എല്ലാം പുറത്തു കൊടുക്കാം, പക്ഷേ മറക്കണമെന്ന് വാശി പിടിക്കരുത്. മറവിയുടെ താക്കോൽ എന്റെ കൈവശം ഇല്ല. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിനോടൊപ്പം. അത് MTയുടെ തന്നെ നോവലിലെ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഭാസ്കർ മാഷ് എഴുതിയ വരികളാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഷഫീഖ് മാഷിന്റെ കവിതയിൽ ഇങ്ങനെ വ്യത്യസ്ത കവിത കൊണ്ട് ആ താക്കോൽ കിട്ടി. അത് മറവിയുടെ താക്കോലല്ല, ജാഗ്രതയുടെ താക്കോലാണ്. അതിൽ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നാട്ടിൽ നീതി കിട്ടാനിട്ട് മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നു. നാട്ടിൽ നീതി ഇല്ലാത്തതുകൊണ്ട് മാവോയിസ്റ്റുകളൊക്കെ നാട്ടിലേക്ക് കയറുന്നു. ഇങ്ങനെയൊക്കെയാണ് മാഷ് പറഞ്ഞത്. വളരെ ചുരുങ്ങിയ വരികളിൽ നല്ല കറുത്ത ഹാസ്യത്തിന്റെ പിൻബലത്തിൽ തീക്ഷ്ണമായി അനുഭവപ്പെടുത്തുന്നതാണ് മറവിയുടെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല, കാരണം MT നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് MT മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നതിൽ അർത്ഥമില്ല. കാരണം MTക്ക് മുമ്പും വലിയ എഴുത്തുകാരനായിട്ടുണ്ട്. കഥകളിയുണ്ടായിട്ടുണ്ട്, എന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ബഷീർ ഉണ്ടായിട്ടുണ്ട്,
എസ്കെ പറ്റക്കാട്ടുണ്ടായിട്ടുണ്ട്. അവരാരും എം ടിയേക്കാൾ മോശപ്പെട്ട എഴുത്തുകാരൊന്നുമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് എം ടി മനുഷ്യരുടെ മുഴുവൻ ഹൃദയത്തിൽ 4 തലമുറകളുടെ ഹൃദയത്തിൽ ഒരേപോലെ ഹൃദയാധികാരം സ്ഥാപിച്ചത്? എന്തുകൊണ്ടാണ് എം ടി ഇല്ലാത്ത കാലത്ത്, എം ടി ഇല്ലാതായ കാലം നമ്മൾ എത്രമാത്രം അനാഥരായി പോയി എന്ന് നമ്മളൊക്കെ പുലർത്തും വിഷാദിക്കുന്നു? എം ടിയെ വിമർശിച്ച ആളുകൾ എം ടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുണ്ട്. കേരളത്തിലെ പ്രഗത്ഭ വിമർശകരാരും നിരൂപകരാരും എം ടിയെ കുറിച്ച് വളരെ ഗംഭീരമായിട്ടൊന്നും നന്നായി എഴുതിയിട്ടുണ്ട്. അല്ലേ? ശരിക്കൊക്കെ അറിയാം. കേരളത്തിലെ ഒരു മികച്ച നിരൂപകനും എം ടിയെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു ഗൗരവമുള്ള പഠനത്തെ ഏതെങ്കിലും പുസ്തകം രാധാകൃഷ്ണൻ മോശമായിട്ടാണ് എഴുതിയത്. എം ടി ഒരു ഉയർന്നു പറക്കുന്ന പൈക്കിളിയാണെന്നാണ് രാധാകൃഷ്ണൻ സ്ഥാപിച്ചത്. കെ പി എപ്പൻ ഒരൊറ്റ കഥയെക്കുറിച്ച് മാത്രമേ നല്ല പഠിച്ചു. ഡോക്ടർ ലീലാവതി രാധാകൃഷ്ണന്റെ നോവലുകളെ കുറിച്ച് പുസ്തകം എഴുതി, പക്ഷെ എം ടിയെ കുറിച്ച് എഴുതിയിട്ടില്ല. എം അച്യുതനാണ് എവിടെയോ ലേഖനം, ഏതെങ്കിലും ഒരു പഠന ഗ്രന്ഥം എം ടിയുടെ കൃതികളെ കുറിച്ച് കേരളത്തിലെ പ്രഗത്ഭ നിരൂപകർ ആശാ മേനോൻ എഴുതിയിട്ടില്ല. കേരളത്തിലെ പ്രഗത്ഭ നിരൂപകർ ആരും എം ടിയെ കുറിച്ച് ഒരു പ്രൗഢമായ പഠനവും നടത്തിയിട്ടില്ല. എന്നാൽ എം ടി ഇഷ്ടപ്പെട്ടവർ എഴുതിയ പുസ്തകങ്ങൾ നോക്കിയാൽ ലോകത്ത് തന്നെ എം ടിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. എം ടിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഉണ്ടായത്. 50-60 പുസ്തകങ്ങൾ എം ടിയെ കുറിച്ച് പലരായിട്ട് എഴുതിയിട്ടുണ്ട്. അവരാരും കൊണ്ടാടപ്പെട്ട നിരൂപകരോ ബുദ്ധിജീവികളായ നിരൂപകരോ ആയിരുന്നില്ല. അപ്പൊ സാധാരണ മനുഷ്യരുടെ കൂടെയാണ് എം ടി ഉണ്ടായിരുന്നത്, ബുദ്ധിജീവികളുടെ കൂടെ ആയിരുന്നില്ല. ഹൃദയത്തോടാണ് എം ടി സംബന്ധിച്ചത്. പാരായണക്ഷമമല്ലാത്ത ഒരൊറ്റ വാചകം പോലും എം ടി എഴുതിയിട്ടില്ല. എം ടിയുടെ സാഹിത്യത്തിലേക്ക് ഒരു താക്കോലല്ല, ഒരൊറ്റ വാചകം. മലയാളം കഷ്ടിച്ചു വായിക്കാൻ അറിയുന്നവർക്കൊക്കെ എം ടി സാഹിത്യം വായിച്ചാൽ മനസ്സിലാവും. എന്നാൽ അതിനപ്പുറത്തും എം ടി സാഹിത്യത്തിൽ ചിലതുണ്ട്, അത് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. എം ടിയുടെ കഥകൾ വെറുതെ വായിച്ച് തള്ളാറുള്ളതാണെന്നാണ് നിരൂപകർ കണക്കാക്കിയത്. പക്ഷേ കോടിക്കണക്കിന് ആളുകൾ എം ടിയെ വായിച്ച് തള്ളിയില്ല. എം ടിയെ വായിച്ചത് കൊണ്ട് മാത്രം ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെ എനിക്ക് നേരിട്ടറിയാം. എനിക്ക് നേരിട്ടറിയുന്ന ഒരാൾ എം ടിയെ വായിച്ചിട്ടാണ് മരിക്കാൻ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് എം ടിയുടെ 2ാമതാണ് വായിച്ചത്. 2ാമത് വായിച്ചിട്ടാണ് ആത്മഹത്യ വേണ്ടെന്ന് വെച്ച് തിരിച്ചു വന്നത്. എം ടിയെ വായിച്ച് മാനസിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട കുറെ പേരെ എനിക്കറിയാം. എന്റെ ഒരു പ്രിയ സുഹൃത്ത് 40 വർഷം മർച്ചന്റ്സ് നേവിയിൽ ജീവിച്ചത് മഞ്ഞ എന്ന പുസ്തകം വേദപുസ്തകം പോലെ ദിവസവും 2 നേരം വായിച്ചിട്ടാണ്. അയാൾ ആ മഞ്ഞ എനിക്ക് കാണിച്ചു തന്നു. വായിച്ച് വായിച്ച് മറിച്ച് തേഞ്ഞു പോയ ഒരു പുസ്തകം. അയാളുടെ കൈപ്പാടുകൾ കൊണ്ട് 40 കൊല്ലങ്ങൾ കൊണ്ട് തേഞ്ഞു പോയ പുസ്തകം. അയാൾ പറഞ്ഞു, ഈ 40 കൊല്ലം ഞാൻ ജീവിച്ചത് മഞ്ഞ് വായിച്ചിട്ടാണ്. ബൈബിൾ വായിച്ചിട്ടില്ല, ഖുറാൻ വായിച്ചിട്ടില്ല, ഭഗവത്ഗീത വായിച്ചിട്ടില്ല. മഞ്ഞ് എന്ന വിശുദ്ധ മനുഷ്യ വേദഗ്രന്ഥം വായിച്ച് ഞാൻ അറിയുന്ന ഒരാളെങ്കിലും ആത്മഹത്യയിൽ നിന്നും മാനസിക തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടു. നിങ്ങൾക്കറിയാം, കേരളത്തിൽ എത്രയോ പേർ അവരുടെ നിരാശയുടെ ഗർത്തത്തിലേക്ക് വീണു പോകുന്ന നിമിഷങ്ങളിൽ എം ടിയെ വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും എം ടിയെ വായിക്കുന്നവർ വിചാരിക്കുന്നുണ്ട്, എം ടി ഇല്ലാത്ത കാലത്ത് ഇനി ഞങ്ങൾ ആരാണ് ഉള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ എം ടി ഇല്ലാത്ത കാലം നമുക്ക് തരുന്ന ശൂന്യത. ഇനി ഒരു വെളിച്ചപ്പാടിന്റെ കഥ പറയാൻ ആരാണ്? വെളിച്ചപ്പാടുമാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വെളിച്ചപ്പാടിനെ കുറിച്ചൊരു പ്രധാനപ്പെട്ട രചന ഉണ്ടായത് പള്ളിവാടും കളിച്ചപ്പോൾ അതിനുശേഷം വന്ന നിർമ്മാല്യമാണ്. വേറൊരു സിനിമ ഈ വേറൊരു കഥയിലും ഇത്ര തീക്ഷണമായി വെളിച്ചപ്പാടിനെ ആവിഷ്കരിച്ചിട്ടില്ല. മനോരോഗിയുടെ ഉള്ളിൽ നിന്നാണ് എം ടി ഇരുട്ടിന്റെ ആത്മാവ് വായിച്ചത്, എഴുതിയത്. വടക്കേ വീട്ടിൽ നിന്ന് ചങ്ങല പൊട്ടിച്ച് മാളെഴുതി ഇത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് ഇരുട്ടിൽ നിന്ന് നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക് വേലായുധേട്ടൻ കയറി വന്ന രംഗത്തെ കുറിച്ച് എം ടി പറയുന്നു. ആ കഥ എഴുതാനുള്ള പ്രേരണ ഒരു സന്ധ്യക്ക് വടക്കേ വീട്ടിൽ ചങ്ങലക്കിട്ടിരുന്ന എം ടിയുടെ ബന്ധുവായിരുന്നു വേലായുധേട്ടൻ. ജീവിച്ചിരുന്ന ആളാണ് വേലായുധേട്ടൻ എന്ന് തന്നെയായിരുന്നു പേര്. അദ്ദേഹം വന്ന് മാളെഴുതി ഇത്തിരി ചോറ് തരൂ എന്ന് എം ടിയുടെ അമ്മയോട് പറഞ്ഞു. അതിൽ സൂക്ഷ്മമായ എം ടി വിന്യസിച്ച കാര്യമുണ്ട്. ഇരുട്ടിൽ നിന്ന് നിലവിളക്കിന്റെ വെളിച്ചത്തിലേക്ക് വേലായുധേട്ടൻ കയറുന്നു. എം ടിയുടെ കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. മനോരോഗത്തിന്റെ അവഗണനയുടെ നിന്ദയുടെ പീഡനത്തിന്റെ ഇരുട്ടിൽ നിന്ന് തിരിച്ചറിവിന്റെ വെളിച്ചത്തിലേക്ക് എം ടി കയറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. എം ടിക്ക് വേണമെങ്കിൽ വേലായുധേട്ടനെ ഇരുട്ടിൽ തന്നെ നിർത്താം.
എം ടി അതിന് കൊടുത്ത പേര് ഇരുട്ടിന്റെ ആത്മാവ് എന്നാണ്. ലോക ഭാഷകളിൽ സോൾ ഓഫ് ഡാർക്ക്നെസ് എന്ന പേരുള്ള ഒരു കഥ ഇതിന് മുമ്പ് വന്നിട്ടില്ല. ശേഷം എഴുതാൻ പറ്റില്ല. അത് എം ടി എഴുതി പോയി. ഇരുട്ടിനൊരു ആത്മാവുണ്ട്. അന്ധകാരത്തിൽ പെട്ടുപോയവർ അവരുടെ കുറ്റം കൊണ്ടല്ല ഇരുട്ടിൽ കിടക്കുന്നത്. അറിവില്ലായ്മ ഒരു കുറ്റമല്ല. അന്ധകാരത്തിൽ പെട്ടുപോകുന്നത് ഒരു കുറ്റമല്ല. അവിടെ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കയറ്റി നിർത്തുകയാണ് യഥാർത്ഥ എഴുത്തുകാരൻ ലോകത്തോട് ചെയ്യേണ്ട സർഗധർമ്മം. ഇത് കൃത്യമായി നിർവഹിച്ചാണ്. അതുകൊണ്ടാണ് എം ടി അല്ലേ എത്ര കഥാപാത്രങ്ങളുണ്ട്. ആ ബാപ്പുട്ടി അനാഥനായ മനുഷ്യനാണ്. പുഴയോട് ബന്ധടിച്ച് മരം തിരപ്പം കുത്തി കൊണ്ടുവന്ന സാഹസികനാണ്. അയാൾ പ്രണയം നിഷേധിക്കപ്പെട്ടവരാണ്. അയാളുടെ ജീവിതമാണ് ബാപ്പുട്ടി. മാത്രമല്ല അതിൽ അബ്ദു എന്നൊരു കഥാപാത്രമുണ്ട്. ബാപ്പുട്ടിയുടെ കൂട്ടുകാരനാണ്. അയാൾ പറയും വീട്ടിൽ പോയിട്ടില്ല, ഉമ്മയോട് തെറ്റി പോകുന്നതാണ്, ഇനി പോവില്ല. ഉപ്പിൽ പണിക്ക് വരുന്ന തീർച്ചക്കാരൻ നാണ് ഒരിക്കൽ പറഞ്ഞു വാഴക്കടവുള്ള ഉമ്മ വല്ലാത്തൊരു പകച്ചി. രാത്രി ഓടിന്റെ ഓർക്കിട്ടില്ല. അതിന്റെ ഉമ്മാനെ പറ്റിയായിരുന്നു ബാപ്പുട്ടി. പക്ഷെ ഇങ്ങനൊരു വേദന നിറഞ്ഞ ഒരു മകനെ നിങ്ങൾ അതിനു മുമ്പ് ഒരു കഥയിലും കിട്ടില്ല. ഇങ്ങനെ കുറെ കഥാപാത്രങ്ങളാണ് തന്നത്. തന്റെ ഉമ്മ അഭിസാരികയായി ജീവിക്കുന്നു എന്ന് അറിയേണ്ടി വരുന്ന ഒരു മകന്റെ ദൈന്യം. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് എം ടി മനുഷ്യനെ കൊണ്ടുപോയത്. നേരത്തെ സജീഷ് കാണിച്ചതൊന്നുമില്ലേ, അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊടട്ടെ എന്ന് ചോദിക്കുന്നു. അമ്മുക്കുട്ടിയെ ഞാനൊന്ന് തൊടട്ടെ എന്ന് വേലായുധൻ ചോദിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ മുളകുട്ടിയ ഒരു പ്രണയമുണ്ട്. ഒരു മനോരോഗിയായി മാറ്റി നിർത്തപ്പെട്ട, നിത്യപീഡനങ്ങൾക്ക് വിധിക്കപ്പെട്ട, അച്യുതനാഥ് അടികൊണ്ട് തളർന്ന, തെരുവുപിള്ളേർ കല്ലെറിഞ്ഞ് ഓടിച്ച അയാൾ മനുഷ്യരാകുന്നത് അമ്മുക്കുട്ടിയുടെ മുമ്പിലാണ്. അവസാനം അമ്മുക്കുട്ടിയുടെ കല്യാണം നിശ്ചയിച്ച ആ കല്യാണ പന്തലിലേക്ക് തെരുവുപിള്ളേരുടെ കല്ലുകൾ കൊണ്ട് മുറിഞ്ഞ ശരീരവുമായി ഓടിയെത്തുമ്പോൾ അമ്മുക്കുട്ടി കതിർമണ്ഡപത്തിൽ നിന്ന് ചൂണ്ടി പറഞ്ഞു, അയ്യോ ഭ്രാന്തൻ. അപ്പോഴാണ് വേലായുധൻ തളർന്ന് തിരിച്ച് തറവാട്ടുമുറ്റത്ത് മുട്ടുകുത്തി വീട് എനിക്ക് ഭ്രാന്താണ് എന്നെ ചന്ദ്രൻ. അതിൽ മറ്റൊരർത്ഥമുണ്ട്. ഈ ലോകത്തിലൊക്കെ ഭ്രാന്താണ്, എനിക്കല്ല ഭ്രാന്ത്. ശരിക്കും അതാണ് ഇരുട്ടിന്റെ ആത്മാവ്. വേലായുധനല്ല ഭ്രാന്ത് ഇല്ലെന്ന് വിചാരിക്കുന്ന നമുക്കാണ് ഭ്രാന്ത്. കൊണ്ട് ജവഹർലാൽ നെഹ്റു ഒരു ഭ്രാന്തന്റെ സന്ദർശിച്ച കഥ നിങ്ങൾക്ക് പക്ഷെ അറിയും. ഒരു ഭ്രാന്താശുപത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കാണാൻ ആഗ്രഹിച്ചു, തീരുമാനിച്ചു. പ്രധാനമന്ത്രി വരുമ്പോൾ മൂത്ത ഭ്രാന്തന്മാരെ മുഴുത്ത ഭ്രാന്തന്മാരെ കാണിച്ചാൽ പറ്റില്ല. അപ്പോൾ സെല്ലിൽ സാമാന്യം ഭ്രാന്ത് മാറി ഒരു മിത രൂപത്തിലൊക്കെ ആയ കാണാൻ പറ്റി. മൂത്ത പ്രാന്തനാണ് ഇങ്ങനെ പെരുമാറുന്നുണ്ടല്ലേ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സെല്ലിലെ പുറത്തു വന്ന് പറഞ്ഞു, ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പഠിച്ചിരിച്ചു. സാറില്ല ശരി, ഞാൻ വരുമ്പോൾ മഹാത്മാഗാന്ധിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അയാൾ വിചാരിക്കുന്നത് സെല്ലിന് പുറത്തു നിൽക്കുന്നതാണ് ഭ്രാന്തനെന്നാണ്. നെഹ്റു വിചാരിക്കുന്നത് സെല്ലിനകത്താണ് ഭ്രാന്തനെന്നാണ്. ഇതാണ് എനിക്ക് നമുക്ക് കാണിച്ചത്. ഭ്രാന്ത് നമ്മുടെ ലോകത്തിലാണ്. വേലായുധന് ഭ്രാന്തില്ല. പക്ഷേ വേലായുധനെ നമുക്ക് മനസ്സിലാക്കും. ഇന്ന് മെന്റലി ചലഞ്ചിലെന്നോ ഭിന്നശേഷിക്കാരനായ കുട്ടിയെന്നോ ഓട്ടിസം ബാധിച്ച കുട്ടിയെന്നോ കരുതി വലിയ പരിഗണന കൊടുക്കാൻ വീട്ടുകാർ തയ്യാറാകുന്ന ഒരു പ്രകൃതമേ വേലായുധ കുട്ടിക്കുള്ളൂ. വേലായുധൻ പക്ഷേ ആ കാലത്തായതുകൊണ്ടാണ് ഭ്രാന്തനാക്കപ്പെട്ടത്. ഇങ്ങനെ സമൂഹത്തിന്റെ ഭ്രാന്ത് കൊണ്ട് ഭ്രാന്തനാക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി 55 കൊല്ലം മുമ്പ് ഹാജരായ ഒരു വലിയ മനുഷ്യ സ്നേഹിയുടെ പേരാണ് എം ടി വാസുദേവൻ. മനോരോഗികളെ പരിചരിക്കുന്നതിന് ലോകത്തൊരു പാഠപുസ്തകം ഉണ്ടെങ്കിൽ അത് ഇരുട്ടിന്റെ ആത്മാവാണ്. ആ കഥ നിങ്ങൾ വീണ്ടും വായിക്കണം. നിങ്ങൾ സജീഷ് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു ദുരന്ത സ്ഥലം കണ്ടില്ലേ, അത് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ഭ്രാന്തരാളുകളാണ്. നമ്മളത് ഡിസ്ക്രിപ്ഷൻ എഴുത്തുകാര് ഡീവിയേഷൻ ഫ്രം ദ നോം എന്നാണ് എഴുത്തുകാരെ കുറിച്ച് പൊതുവെ പറയുന്നത്. നോർമലിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്ത ആളുകളാണ് എഴുത്തുകാരൊക്കെ ആവുന്നത്. പക്ഷെ എഴുത്തുകാർക്കൊരു സൗകര്യമുള്ളത് സ്വയം ചികിത്സിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഉടുത്ത ഭ്രാന്തായിട്ട് അതങ്ങനെ പോകും. ഉടുക്കാത്ത ഭ്രാന്തായിട്ട് മാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അറിയുന്ന ഒരാളാണ് എഴുതി എപ്പോഴും പറഞ്ഞത് ഡീവിയേഷൻ ഫ്രം ദ നോം. അതാണ് സാഹിത്യം. ഒരുപക്ഷെ അങ്ങനൊരു കൃതി പിന്നീട് മലയാളത്തിലുണ്ടായി ലോക സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എം ടി തന്നെ എഴുതിയ ചെറിയ ഭൂകമ്പങ്ങൾ. അത് എന്റെ ജാനകിക്കുട്ടിക്ക് എന്ന പേരിൽ സിനിമയായിരുന്നു. ഒരു മനോരോഗിയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് എം ടി എന്ന് പറഞ്ഞത്. എം ടിയുടെ രീതി അതായിരുന്നു.
എന്തുകൊണ്ട് നമ്മൾ MT ഇപ്പോഴും എപ്പോഴും എന്റെ എന്ന് വിചാരിക്കുന്നു? MT നന്നായിട്ട് വർത്തമാനം പറയാറില്ല, ആളുകളെ സുഖിപ്പിക്കാൻ അറിയില്ല, നന്നായിട്ട് ചിരിക്കില്ല, അല്ലേ? നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കേൾക്കുന്ന ആക്ഷേപം MT ആളുകളെ സുഖിപ്പിക്കാനുള്ള ഒരു കാര്യം ബോഡി ലാംഗ്വേജ് കൊണ്ടോ അദ്ദേഹത്തിന്റെ സമ്പ്രദായം കൊണ്ടോ ചെയ്തിട്ടുള്ള ഒരാളല്ല. എന്നിട്ട് ഇത്ര കോടിക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് MT പോയപ്പോൾ നിലവിളിച്ചത്? MT പോയപ്പോൾ എത്ര അനുസ്മരണങ്ങളാണ് ലോകത്ത് ഒരു എഴുത്തുകാരൻ മരിച്ചതിന് ശേഷം ഈ 2 മാസത്തിനുള്ളിൽ എത്ര അനുസ്മരണങ്ങളാണ് കേരളത്തിൽ നടന്നത് എന്നൊരു കണക്കിൽ ഞാൻ തന്നെ ഒരു 40ാമത്തെ അനുസ്മരണമാണ്. ഒരിടത്ത് പ്രസംഗിച്ചത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ വേറെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. അത്രമേൽ അനുസ്മരണം. എന്തുകൊണ്ട് ഇത്രമേൽ അനുസ്മരിക്കുന്നു? വിശേഷം ഇന്നത്തെ കാലത്ത് ഇന്നലെ മരിച്ചുപോയ ആളെ ഇന്ന് മറന്നു പോകുന്ന ഒരു വ്യവസ്ഥയിൽ 91ാമത്തെ വയസ്സിൽ മരിച്ചുപോയ MT ഇത്രയേറെ മനുഷ്യർ, ചെറുപ്പക്കാർ, കുട്ടികൾ പോലും വേദനയോടുകൂടി അനുസ്മരിക്കും. എങ്ങനെയാണ് ഈ മനുഷ്യൻ 4 തലമുറകളുടെ, എന്റെ തലമുറയുടെ കാലത്ത് എന്റെ അച്ഛൻ MT വായിച്ചിട്ടുണ്ട്. അച്ഛന്റെ അച്ഛൻ അന്ന് ജീവിച്ചിട്ടില്ല, ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വായിച്ചിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്കൊക്കെ ചെറുപ്പകാലത്ത് അച്ഛനും അച്ഛന്റെ അച്ഛനും MT വായിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ MT വായിച്ചിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ 4 തലമുറയായി മക്കളുടെ മക്കളും വായിക്കാൻ തുടങ്ങിയിട്ടുള്ള കഷ്ടിച്ച 5 തലമുറയോളം ഒരു എഴുത്തുകാരൻ വായിക്കപ്പെട്ടു. എനിക്ക് ഏറ്റവും പുതിയ കാലത്തെ അനുഭവം തിരൂർ ട്രസ്റ്റിന്റെ ബാലസമാജം നടത്തിയ ഒരു മത്സരം MT കൃതികളെ കുറിച്ചാണ്. എത്ര മനോഹരമായിട്ടാണ് 10ാം ക്ലാസ് വരെയുള്ള 7 തൊട്ട് 10 വരെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികൾ MT വിലയിരുത്തിയത്. അതിലൊരു കുട്ടി എഴുതി MT വാസുദേവൻ നായർ ഒരു കുട്ടിയാണ്. ഏറ്റവും മനോഹരമായ ഒരു നിരീക്ഷണം, MT വാസുദേവൻ നായർ ഒരു കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ കുട്ടിത്വമുണ്ട്. ആ കുട്ടി എഴുതിയിരിക്കുന്നത് MT എഴുതിയ ദയ എന്ന പെൺകുട്ടി എന്ന ബാലസാഹിത്യം വായിച്ചിട്ടല്ല, മാണിക്കക്കല്യ എന്ന ബാലസാഹിത്യം വായിച്ചിട്ടില്ല. അതില് കൊടിയൻ, പടക്കം ഒക്കെ പോലുള്ള കഥകൾ, അതൊക്കെ കുട്ടികൾ എഴുതുന്ന ബാലസാഹിത്യം പോലുള്ള കഥകളാണ്. അപ്പൊ MT ഒരു കുട്ടിയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പോൾ ആലോചിച്ചപ്പോൾ ശരിയാണ്, MT വാസ്തവത്തിൽ കുട്ടിയാണ്. വളരെ ചെറിയൊരു കുട്ടിയായി 17 വയസ്സ് വരെ മാത്രം കൂടല്ലൂരിൽ ജീവിച്ച് 17 വയസ്സ് ആകുമ്പോഴേക്കും പാലക്കാട്ടേക്ക് പഠിക്കാൻ പോയി. പിന്നീട് കോഴിക്കോട്ട് വന്നു, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. 17 വയസ്സ് വരെ മാത്രമേ തുടർച്ചയായിട്ട് MT കൂടല്ലൂരിൽ താമസിച്ചിട്ടുള്ളൂ. പക്ഷെ MTയുടെ സാഹിത്യത്തിലെ സിംഹഭാഗവും കൂടല്ലൂരിന്റെ കഥകളാണ്. കുട്ടിത്വം വിടാത്ത കാലത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞ അതിനൊരു ശാസ്ത്ര ദർശനം 14 വയസ്സ് വരെയാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ഏറ്റവും തീക്ഷ്ണമായ സ്വീകരണ ശേഷിയോടുകൂടി ജീവിക്കുന്നത്. നമ്മുടെ ആന്റിന ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത് 14 വയസ്സ് വരെയാണ്. പിൽക്കാല മനുഷ്യനെ രൂപീകരിക്കുന്നത് 14 വയസ്സ് വരെ ജീവിച്ച മനുഷ്യൻ. അപ്പൊ 17 വയസ്സ് വരെ കൂടല്ലൂരിൽ ജീവിച്ച MT കൂടല്ലൂരിൽ നിന്നാണ് ഈ വിഭവങ്ങളൊക്കെ എടുക്കുന്നത്. MT തന്നെ പറഞ്ഞിട്ടുണ്ട്, തളരുമ്പോൾ സ്വന്തം മണ്ണിൽ കെട്ടിപ്പുണർന്ന് ഊർജം സംഭരിക്കുന്ന ഒരു ട്രോജൻ പടയാളിയെ പോലെ ജീവിതത്തിൽ തളരുമ്പോഴൊക്കെ ഞാൻ കൂടല്ലൂരിന്റെ മണ്ണിൽ കെട്ടിപ്പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് പറഞ്ഞപ്പോഴാണ് വന്നിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും വന്നിട്ടുള്ളത് ചെറിയമ്മ കാണാൻ, പൊടിക്കുന്നത്ത് കാവലമ്മയെ തൊഴാൻ. ഭഗവതിയെ തുപ്പിയതിന്റെ പേരിൽ ഇന്നും ആളുകൾ വിചാരണ ചെയ്യുന്ന MT വാസുദേവൻ നായരുടെ അതിപ്രശസ്തമായ പ്രസംഗം യുക്തിവാദികളുടെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുമ്പോൾ MT പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും ഇല്ല എന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷേ എന്റെ നാട്ടിലെ പൊടിക്കുന്നത്ത് കാവലമ്മ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനൊരു വിചിത്രമായ ദൈവദർശനം ലോകത്ത് MT അല്ലാതെ മറ്റുള്ള നമ്മളെ സംബന്ധിച്ച് ശരിയാണ്. എന്റെ ദൈവം ആണ് എനിക്ക് സത്യത്തില്ല അനുഭവ ദൈവം. ലോകത്തുള്ള എല്ലാ ദൈവങ്ങളും എന്റെയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ ദൈവത്തെയാണ് കാർത്തി തൂക്കിയത്. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെങ്കിൽ ഇങ്ങനൊരു ദൈവം എന്തിനും? ഇത് നവോത്ഥാനത്തിന്റെ ചോദ്യമാണ്. ഈ ഷഫീഖ് മാസ്റ്റർ കവിതയിലുണ്ട്, ഈ പ്രഭാഷകന്മാരുടെ പീഡനം സഹിക്കവയ്യാതെ നവോത്ഥാനം എന്ന വാക്ക് ഓടിപ്പോയി, അല്ലേ? സന്ദർഭ നവോത്ഥാനത്തിന്റെ സന്ദേശമാണ് MT പറഞ്ഞത്. വീട്ടി ഭട്ടതിരിപ്പാട് പറഞ്ഞു എന്നല്ല, അതിപ്പോ പറയാനും വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിയുടെ പുസ്തകത്തിൽ ലേഖനത്തെ തലക്കെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊടുക്കാം. ഇത് എഴുതിയത് ഞാനല്ലാണ്ടോ, ഞാൻ വീട്ടിൽ എഴുതിയത് പറഞ്ഞതാണ്. ഇപ്പൊ അമ്പലങ്ങൾക്ക് തീ നോക്കാൻ കിട്ടും. ഒരിക്കലും ഞങ്ങളുടെ നാട്ടിലൊരു ലീഗ് യാത്ര പോയത്, ഒരാൾ ആവേശമുക്തകൾ വിളിച്ചു, CHM പോയ ലീഗല്ല, അതോടൊരു ബോധരഹിതനായി പോകുന്നു. വെള്ളം തെളിച്ച് ബോധം വന്നപ്പോഴാണ് പറഞ്ഞു, എന്ന് പറഞ്ഞൊരു മാർക്സിസ്റ്റ്. CHM പോയ ലീഗല്ല എന്ന് പറഞ്ഞൊരു മാർക്സിസ്റ്റ് കേൾക്കാൻ ലീഗല്ല
വീട്ടിൽ പറഞ്ഞതാണെന്ന് പറയാൻ നേരം ഉണ്ടാവില്ല. അമ്പലങ്ങൾക്ക് വീട് പറയുമ്പോഴും ഞാൻ അസുഖം. പക്ഷെ വീട്ടിൽ പറഞ്ഞത് പട്ടിണി കിടന്ന് പൊലിഞ്ഞ് മനുഷ്യർ വിശന്ന് നിലവിളിക്കുമ്പോൾ കരിങ്കല്ലിന്റെ മുൻപിൽ നിവേദ്യം വിളമ്പാൻ എനിക്ക് വയ്യ. ഞാൻ ആ നിവേദ്യം വിശക്കുന്നവർക്ക് എടുത്തു കൊടുക്കും. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ആളുകൾ വിലപിക്കുമ്പോൾ ഈ കരിങ്കല്ലിനെ പട്ട് ചുറ്റിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആ പട്ട് ഉടുതുണിയില്ലാത്തവർക്ക് കൊടുക്കും. ഇതേ പ്രശ്നമാണ് എനിക്ക് ഉന്നയിച്ചത്. അച്ഛൻ ഭഗവതിയുടെ ഭക്തനായിരുന്നു. തളർവാദം ഒന്നും കിടക്കുക. ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പള്ളിവാട് കഴിച്ചപ്പോൾ വിൽക്കാൻ നോക്കി. അച്ഛന്റെ തല്ലുകൊണ്ട് നാട് വിട്ടുപോയി. എവിടെയാണെന്ന് അറിയില്ല. ഒരു മകളുള്ളത് ശാന്തിക്കാരന്റെ പീഡനത്തിന് വിധേയായി പട്ടിണി കൊണ്ട് നരകിക്കുകയാണ്. വസൂരി വന്നിട്ടും പറ്റുന്നില്ല. അവസാനം ഭഗവതി കുരുതി നടത്താൻ വേണ്ടി കുളിച്ച് തിരിച്ചു വന്ന വെളിച്ചപ്പാട് നേരത്തെ സതീഷ് കാണിച്ചില്ലേ? എന്റെ 4 മക്കളെ പറ്റ നീയോ നാരായണി. ജീവിക്കാൻ വേണ്ടി ഭാര്യ വ്യഭിചാരിണിയായി. ആ തകർന്ന വെളിച്ചപ്പാടാണ് ഭഗവതിയുടെ മുമ്പിൽ ആത്മത്യാഗം. സ്വന്തം തല വെട്ടിപ്പിളർന്ന് തുപ്പിയത്. അപ്പോൾ 33 കോടി ദൈവങ്ങൾ മുഖം തുടച്ചു. ഇന്നിപ്പോ വെളിച്ചപ്പാട് ധന്യമില്ല. ഞാൻ അടുത്ത ദിവസം നോക്കുമ്പോൾ ഒരു അമ്പലത്തിന് വെളിച്ചപ്പാട് വാടും ചെലപ്പോൾ കേട്ട് ബൈക്കിന്റെ മുകളിൽ പോകും. അപ്പൊ ഒരിടത്ത് വെളിച്ചപ്പാട് അടിച്ചിട്ട് പോകാൻ തിരക്ക് ഇത് അടിക്കാൻ നേരില്ല. വാടെടുത്തിങ്ങനെ ബൈക്കിൽ കണ്ടത്. അപ്പൊ ഇന്ന് വെളിച്ചപ്പാട് മറച്ച് എഴുതിയ ഒരു ദുരന്തമില്ല. 71 ഭൂനിയമം വന്ന അമ്പലങ്ങളെ തന്നെ അധീനപ്പെട്ട് ഞാൻ വിളക്കുമാല വെക്കാൻ പാകമില്ലാത്ത ക്ഷേത്രങ്ങൾ കണ്ടു ജീവിച്ചവരാണ്. ആ കാലത്ത് വെളിച്ചപ്പെട്ട ദൈവം ഒരുപക്ഷെ എനിക്ക് എഴുതിയത് കൂടിയാണ് പിന്നീട് വെളിച്ചപ്പാടുമാരുടെ രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയ്ക്ക് ഇന്നത്തെ വെളിച്ചപ്പാടുമാർ കടപ്പെട്ടിരിക്കുന്നത് എം പിയുടെ നിർബന്ധത്തോടാണ്. കാരണം രക്ഷപ്പെടലാണ്. ഈ മനോരോഗിയോടുള്ള മനോഭാവം മാറ്റാൻ എം പിയുടെ ഇരുട്ടിന്റെ ആത്മാവ് കാരണമായിട്ടുണ്ട്. എഴുത്തുകാരൻ അങ്ങനെയാണ് പ്രവർത്തിക്കുക. എഴുത്തുകാർക്ക് നിയമം മാറ്റാനൊന്നും കഴിയില്ല. മനസ്സിലെ നിയമങ്ങൾ മാറ്റാൻ. കുട്ടിയടത്തി എന്നത് ഉടലൂർ ജീവിച്ചൊരു സ്ത്രീയുടെ കഥയാണ്. കാതു മുറിച്ച മീനാക്ഷി അടത്തി എന്നായിരുന്നു അവരുടെ എം ടിക്ക് ബന്ധുവായിരുന്നു. എം ടി ജനിക്കുന്നതിന് മുമ്പ് അവർ മരിച്ചു പോയിരുന്നു. അവരുടെ കാതിലുണ്ടായിരുന്ന ഒരു അരമ്പാറ വൈരൂപ്യം ഉണ്ടാക്കുന്നു എന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ ഒരു കരക്കത്തെടുത്ത് അരിഞ്ഞ് പകുതി തൂങ്ങിക്കിടന്നു. അങ്ങനെയാണ് കാത് മുറിച്ച മീനാക്ഷി അടത്തിന്റെ പേര് അവർ ജീവിച്ചിരുന്ന ഒരാളാണ്. അവർ വിൽപ്പനായി. പണിക്കർ എന്ന് പറയും മത്സ്യം ചൊവ്വാഴപ്പെട്ട ധനം ഇരിക്കുന്നത് തറവാടിന്റെ ഐശ്വര്യം മത്സ്യ ധനമാണെന്ന് എല്ലാ ദിവസവും പഠിക്കലും എന്ന് പറയും. അപ്പൊ കുട്ടികൾക്ക് വിചാരിച്ചു ഈ മീനാക്ഷിക്ക് വിചാരിച്ചു മത്സ്യം കളച്ചിട്ട് ആ ധനം എടുക്കാം. അങ്ങനെ കൈക്കൊണ്ടെടുത്ത് മത്സ്യം കളച്ച് കുരുത്തം കെട്ടോടും തെളിച്ചവളും ഒരുമ്പട്ടോളും ആയി തീർന്നവളായിരുന്നു ഈ മീനാക്ഷി. അവൾ ചെയ്തത് നിറഞ്ഞ നായർ തറവാട്ടിൽ മരുമക്കായ കുടുംബ വ്യവസ്ഥയിൽ അമ്മാവന്മാരുടെ തണലിൽ ജീവിച്ച ആ ഒരുമ്പെട്ടവൾ ഒരു ചെറുമക്കിടാത്തിനെ പ്രണയിച്ച് പപ്പടച്ചട്ടിമാർ ഉപേക്ഷിച്ചു പോയി വീട്ടിൽ താമസിച്ചു. ഏത് കാലത്താണെന്നല്ലോ എം ടി ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ സ്ത്രീയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് മുമ്പ് സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ച് ജാതിയിൽ കാണുന്ന ഒരു കാമുകനെ സ്വീകരിച്ചതിന്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെട്ട് അവസാനം ഒറ്റപ്പെടുത്തപ്പെട്ട് തൂങ്ങി മരിച്ചയാളാണ് മീനാക്ഷി. ക്ഷമിന്റെ ആ കഥയിൽ പറയുന്നത് തന്റെ സഹോദരിയാണ്. അങ്ങനെയാണ് ഈ സഹഭവിക്കുക അനുതപിക്കുക. അങ്ങനെ മരിച്ചുപോയ ഒരു അനാഥ സ്ത്രീ എന്റെ പെങ്ങളാണ് എന്ന് എം ജി സങ്കല്പിക്കുന്നു. ആ സങ്കല്പത്തിൽ ഒരു മനുഷ്യ സ്നേഹം സങ്കല്പിക്കുക മാത്രമല്ല, അവസാനം പറയും വാസു ഇറങ്ങിപ്പോ, വാസു വലിയ കുട്ടിയാവും, എന്റെ അമ്മയെ നീ നോക്കണം, വാസുവിന്റെ അമ്മയെ നോക്കണം. അങ്ങനെ കുട്ടി ഉറക്കി കണ്ണു തുറക്കുമ്പോൾ വെട്ടത്തിൽ തൂങ്ങിക്കിടക്കുന്ന കുട്ടിയെടുത്തിയാണ് കാണുന്നത്. അതാണ് ആ കഥ. ആ കഥ വാസ്തവത്തിൽ ആദ്യത്തെ ഫെമിനിസ്റ്റ് കഥയാണെന്ന് ഞാൻ പറയും. സ്ത്രീക്ക് വേണ്ടി ഹാജരായ മലയാളത്തിലെ 2 തികച്ച എഴുത്തുകാരൻ. ഒരാൾ രാജ്യം എഴുതിയ ഉറൂബാണ്, ഉമ്മച്ചു എഴുതിയ ഉറൂബാണ്. 2 സ്ത്രീകളും ചരിത്ര കഥാപാത്രമാണ്. ആ ശ്രേണിയിൽ വരുന്ന കഥാപാത്രമാണ് കുട്ടിയെടുത്തി. ഇപ്പൊ എം ടിക്കെതിരെയുള്ള വലിയ ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എം ടി നായന്മാരുടെ എഴുത്തുകാരനാണ്. എം ടി വാസവൻ നായരായതുകൊണ്ട് എന്തൊരു ബന്ധമുണ്ട്. എം ടിയെ വായിച്ചത് പറഞ്ഞാൽ മനസ്സിലാക്കാം. എം ടിയുടെ കഥയിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തള്ളിമാറ്റപ്പെട്ട ആളുകൾ. ഒടിയൻ കണ്ടൻകോരൻ, പാണൻ ഉണിപ്പരവൻ. ഒടിയൻ എന്ന പേരൊരു കഥയുണ്ട്. ഒടിയന് വേണ്ടി ഹാജരായ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ്. പിന്നീട് സിനിമയൊക്കെ വന്നു. അതിൽ ദുർമൂർത്തികളെ അയച്ച ആളുകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കൊലയാളിയാണ് ഒടിയൻ എന്ന വിശ്വാസത്തെ
അതിഭീകരമായി ചോദ്യം ചെയ്യുന്ന, അതിശക്തമായി ചോദ്യം ചെയ്യുന്ന കഥയാണ്. അതിൽ ചെറിയപ്പെടാന്റെ തല്ലുകൊണ്ട് ശരീരമാസകലം ചതഞ്ഞ് രാത്രി ഉടുക്ക് കൊട്ടാൻ മറന്നുപോയി പറയാൻ. രാവിലെ തപ്പരെടുത്ത് നോക്കി, എന്റെ നീ ഇന്നലെ ബുദ്ധിമുട്ടി പാടുന്നത് മറ്റേ ഒരുപാട് തല്ലി ചരിച്ചോണ്ടിരിക്കെ അതിന് തീരെ വയ്യ, ഇതിൽ കോയമ്പ് തരാനുണ്ടാവും. ആ വന്നു നിൽക്കുന്ന രോഗിയുടെ ചിത്രം സമൂഹം ക്രൂര പീഡനങ്ങൾക്ക് വിധേയനാക്കിയ ഒരു ദളിതന്റെ, ദളിതർക്ക് പിന്നെ വന്നു, അന്ന് സ്പെഷ്യലൈസേഷൻ വന്നിട്ടില്ല, ഒരു ദളിതന്റെ ദുരന്ത ചിത്രം ഏറ്റവും തീക്ഷ്ണമായി ആവിഷ്കരിച്ച ഒരു കഥയാണ് ഒടിയൻ. അങ്ങനെ എത്രയോ കഥകളുണ്ട്. MP-യുടെ രണ്ടാം കൂടത്തിലെ അതിതീക്ഷ്ണമായ രംഗം, ഭീമൻ ഇരുട്ടിൽ നിൽക്കുന്നു. ഇരുട്ടിൽ നിൽക്കുന്നത് ഘടോൽക്കചൻ മരിച്ച ദിവസമാണ്. ഭീമന്റെ ഒരേ ഒരു പുത്രനാണ് ഘടോൽക്കചൻ. ഭീമന്റെ എന്ന് പറയാം. ദ്രൗപദിയുടെ മക്കളൊന്നും ഭീമന്റെ എന്ന് പറയാൻ പറ്റില്ല, ധർമ്മപുത്രരെ എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് എല്ലാവർക്കും അവകാശപ്പെടാം അല്ലെ. എന്റെ എന്ന് പറയാൻ ഭീമനുള്ള ഒരേ ഒരു മകനാണ് കാട്ടാളത്തിയായ ഇടുമ്പയിലുണ്ടായ ഘടോൽക്കചൻ. ഘടോൽക്കചനെ യുദ്ധത്തിന് വരുത്തുന്നത് ഇന്ദ്രൻ വന്ന് കവചകുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ടുപോയപ്പോൾ അർജുനനെ കൊല്ലാൻ വേണ്ടി ഏകപുരുഷ ഖാദിനിൽ നിന്നൊരു വേൽ കർണൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കാത്തു വെച്ചിരിക്കാൻ അമ്മ വന്നു പറഞ്ഞു, നീ എന്റെ മകനാണ്. അങ്ങനെ സന്ദർഭമാണ്. അപ്പോഴും കർണൻ പറഞ്ഞത്, അങ്ങക്ക് 5 മക്കളല്ലേ കണ്ടുകൊണ്ടിരുന്നുള്ളൂ, ഇനി 5 മക്കളുണ്ടാവും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ. അപ്പൊ അർജുനനെ താൻ തട്ടും എന്ന് ഉറപ്പിച്ചിരിക്കുക. അതിനാണ് ഏകപുരുഷ ഖാദിനിൽ നിന്ന് വേലും വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഘടോൽക്കചനെ വരുത്തിയത്. ഘടോൽക്കചൻ കൗരവ സേനയ്ക്കുണ്ടാക്കുന്ന മഹാനഷ്ടം ഒരുപക്ഷെ എഴുത്തച്ഛന്റെ യുദ്ധവർണ്ണനേക്കാൾ മനോഹരമായ യുദ്ധവർണ്ണനയാണ് ആ ഭാഗത്തൊക്കെ എഴുതിയിരിക്കുന്നത്. സൗഭദ്രം എന്ന് തുടങ്ങി പുരഞ്ജയത്തിൽ അവസാനിക്കുന്ന ആ പഴയ കടത്തനാടൻ അടവോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ, വടക്കൻ വീരകഥ, ഇതൊക്കെ പഠിച്ചിട്ട് എഴുതിയില്ല. ആ യുദ്ധത്തിന്റെ വല്ലാത്തൊരു മൂർധന്യത്തിൽ അനവധി അക്ഷൗഹിണി പടങ്ങൾ തകർന്നപ്പോൾ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു, ഇനി അർജുനന് വേണ്ടി ഏകപുരുഷ കാത്തുവെക്കേണ്ട, ഇവന് വേണ്ടി പ്രയോഗിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഘടോൽക്കചൻ വീണത്. ഇരുട്ട് നിൽക്കുകയാണ്, കണ്ണുനീരണിഞ്ഞു ഭീമൻ. അപ്പോഴാണ് കൃഷ്ണൻ വെളിച്ചത്തിലേക്ക് വന്ന് പാണ്ഡവരോട് പറയും, ഇപ്പോൾ സങ്കടപ്പെടുകയല്ല വേണ്ടത്, ഘടോൽക്കചൻ മരിച്ചു, ഇങ്ങനെ മരിച്ചത് നന്നായി, ഇന്നല്ലെങ്കിൽ നാളെ അവനെ കൊല്ലേണ്ടി വരും, പാണ്ഡവനാണെങ്കിലും അവൻ കാട്ടാളനാണ്. ഇതാണ് ചാതുർവർണ്ണത്തിന് കാട്ടാളനോടുള്ള, ആദിവാസിയോടുള്ള നീതിബോധം. അന്നും ഇന്നും കാട്ടാളൻ മരിച്ചാൽ ചാതുർവർണ്ണത്തിന് മാത്രമല്ല, നമുക്കും വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്ക് തന്നെ ഒരു കഥ പറഞ്ഞു. ബത്തേരിയിൽ ഒരു അപകടം ഉണ്ടായി, 5 പേർ മരിച്ചു. ചായപ്പടിയിൽ ചർച്ചയാണ്, 5 പേരാണ് മരിച്ചത്. ഒരാൾ പറഞ്ഞിട്ടില്ല, 3 പേരെ മരിച്ചിട്ടു. അല്ലെങ്കിൽ 5 പേരാണെന്നാണല്ലോ കേട്ടത്. 2 ആദിവാസികളാണ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരല്ല. ഇത് കേരളത്തിന്റെ പൊതുബോധമാണ്. ആദിവാസി, കാട്ടാളൻ, ആ വിഭാഗത്തിൽപ്പെട്ടവരൊന്നും മനുഷ്യരായി പരിഷ്കൃത ജനത പോലും മനസ്സിലാക്കാത്ത കാലത്താണ് ഈ ഒരു കൃഷ്ണതന്ത്രം, ചാതുർവർണ്ണത്തിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന കൃഷ്ണതന്ത്രം മറയില്ലാതെ MP എഴുതി. പക്ഷെ വെളിപക്ഷത്തു നിന്നുണ്ടായ ആദ്യത്തെ തീക്ഷ്ണമായ ഒരു ഇടപെടലാണ്. അത് വായിച്ച് മനസ്സിലാകൊണ്ടാണ് അദ്ദേഹം നല്ല രീതിയിൽ വരച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓടിക്കരുത്, വായിച്ചാൽ മനസ്സിലാവില്ല എന്ന് വലിയ കൂടെ. പ്രസംഗിക്കുമ്പോൾ എഴുതുമ്പോൾ എഴുതിയ വലിയ കുഴപ്പമില്ല. കാരണം അക്ഷരവേദികളാണ് മിക്കവാറും ഫാഷിസ്റ്റുകളുണ്ട്. അവർ എഴുതിയ പുസ്തകങ്ങൾക്കെതിരെ വലിയ കുഴപ്പമുണ്ടാവില്ല. പ്രസംഗിച്ച കുഴപ്പമാണ്, കാരണം അത് കേട്ട് മനസ്സിലാവും. അതുകൊണ്ട് MP രക്ഷപ്പെട്ടതാണ്. MP പലപ്പോഴും എഴുതിയത് പറഞ്ഞത്, MP പറഞ്ഞതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. എഴുതിയിരുന്നെങ്കിൽ ആ പ്രശ്നം മനസ്സിലാ. നോട്ട് പിൻവലിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരാണെന്ന് പറഞ്ഞതാണ് ഇന്ത്യയിൽ ഒരാളും പറയാൻ ധൈര്യപ്പെട്ടില്ല. ആകെ ഒരു കോഴിക്കോട്ടുകാരൻ MP വസുന്ധര പറഞ്ഞു അല്ലേ, അത് പറയാൻ ധൈര്യപ്പെട്ടു. അത് മാത്രമല്ല, ആദിവാസിയായ ജോഗി വെടിവെച്ച് കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയിൽ ആദ്യം പ്രതികരിച്ചത് MP വസുന്ധരയാണ്. നിങ്ങൾ പറഞ്ഞുപോയതാണ്. UDF ഭരണകാലത്താണ് ആദിവാസിയായ ജോഗി വെടിവെച്ച് വീഴ്ത്തപ്പെട്ട. അതിനെതിരെ പ്രതികരിച്ച ആദ്യത്തെ എഴുത്തുകാരൻ MP ആണ്. നോട്ട് പിൻവലിച്ചതിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി പ്രതികരിച്ച എഴുത്തുകാരൻ MP ആണ്. പിണറായി വിജയനെ വേദിയിലിരുത്തി വാഴ്ത്തു പാട്ടിനെ സൂക്ഷിക്കണം എന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞ എഴുത്തുകാരനും MP വസുന്ധരൻ. ഞാൻ എനിക്ക് പക്ഷപാതമൊന്നുമില്ല. ഇത് 3 MP രാഷ്ട്രീയമായി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ പലരും കണ്ടില്ല. നമ്മളെ ബാധിക്കുന്നതുകൊണ്ട് കേട്ടില്ല എന്ന് വെച്ചാൽ അർത്ഥം പറയാണെന്ന് തോന്നുന്നു. അങ്ങനെ ശബ്ദം കേട്ടില്ല എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും MP മനുഷ്യൻ നീതി നിഷേധിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഇടപെട്ട ഒരു മനുഷ്യ സ്നേഹിയാണ്. അത് കഥയിലാണെങ്കിലും നോവലിലാണെങ്കിലും MP നോവലുകളിൽ ഇതൊക്കെ തീക്ഷ്ണമായി വന്നിട്ടുണ്ട്. മറ്റൊന്ന്, അനാഥരുടെയും ദുഃഖിതരുടെയും ഏകാകികളുടെയും ഒറ്റപ്പെടുത്തപ്പെട്ടവരുടെയും തിരസ്കൃതരുടെയും അവഗണിതരുടെയും
നിന്ദിതരുടെയും പക്ഷത്താണ് MT എന്നും നിന്നിട്ടുണ്ട്. MTയുടെ കഥാപാത്രങ്ങളെ ആരെടുക്കുന്നു? വെളിച്ചപ്പാട് അവഗണിത കഥാപാത്ര, ഒരു പീഡിത കഥാപാത്ര, വേലായുധൻ അവഗണിതനും നിന്ദിതനും നിരാശ്രയനുമായ കഥാപാത്രമാണ്. ജാനകിക്കുട്ടി, അസുരവിത്ത്, ഗോവിന്ദൻകുട്ടി ഏറ്റവും അവഗണിതനായ ഒരാളാണ്. MTയുടെ ഏറ്റവും മികച്ച നോവൽ ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരം അസുരവിത്താണ്. അസുരവിത്ത് തുടങ്ങുന്നത് ഒന്നും വായിക്കണം കേട്ടോ, അതൊന്നും പറക്കണം പോലെ. അസുരവിത്ത് തുടങ്ങുന്നത് ശേഖരൻ മുതലാളി ഗ്രാമത്തിലെ ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു. ഒപ്പം തന്നെ ഗ്രാമത്തിലെ മുസ്ലിം മുതലാളി കുന്നിന്റെ മുകളിൽ പള്ളി കയറി. അതുവരെ ആ നാട്ടിൽ മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിന്റെ പ്രധാന കഥാപാത്രമായ കുഞ്ഞരക്കാർ പറയുന്നത് ലഹളക്കാലത്ത്, ലഹളക്കാലം എന്ന് പറഞ്ഞാൽ 21 മലബാർ കലാപകാലത്ത്, ലഹളക്കാലത്ത് ഒരു വാക്കേറ്റം കൂടി ഉണ്ടാവാത്ത സ്ഥലമായിരുന്നു. അന്ന് മക്കത്ത് പോയ വലിയ മുതലാളി വയസ്സ് ചെന്ന് കിടപ്പായിരുന്നു. ലഹളയുടെ വിവരങ്ങൾ ഓരോന്നായി കേട്ടു തുടങ്ങി. ഒഴിച്ചു പോകണമോ എന്ന് ഓരോരുത്തരും വിചാരിക്കാൻ തുടങ്ങി. അതറിഞ്ഞ് വലിയ മുതലാളി പറഞ്ഞു, പടച്ചൊക്കെ വീണ്ടുകയായിട്ട് ഞാൻ ജീവനോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരാളും ഈ നാട് വിട്ടു പോകരുത്. ഒറ്റ മാപ്പിളയും ഹിന്ദുവിനെ തൊടൂല, ഒറ്റ ഹിന്ദു മാപ്പിളയെ തൊടൂല, മൂപ്പരുടെ ആണയാണ്. അതാണ് ആ ഡയലോഗ്. ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ആളില്ല. ഒരാളും ഇന്ത്യ വിട്ടു പോകരുത്, ഇന്ത്യ ഒഴിച്ചു പോകരുത് എന്ന് നിർണായക ഘട്ടത്തിൽ പറയാൻ ആളില്ലാത്ത ഒരു സ്ഥലമായിട്ട് ഇന്ത്യ മൊത്തത്തിൽ മാറി. MT പറയുന്ന സ്ഥലം ആ ഗ്രാമം മാത്രമേ. അന്ന് ലഹള എന്ന് പറയുന്ന ഒരു സവിശേഷ ഘട്ടം, അന്ന് ഞാൻ വിസ്തരിക്കുന്നില്ല. ആ ഘട്ടത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള അകൽച്ച വന്നപ്പോൾ രണ്ടു കൂട്ടരെയും മനസ്സിലാക്കിയിട്ട് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഉള്ള ആണുങ്ങൾ ഉണ്ടായിരുന്നു. അതില്ലാത്തൊരു കാലത്താണ് MT 58 കൊല്ലം MT എഴുതിയത്. അത് കഴിഞ്ഞ് നോക്കും. അതിലും ഒരു കാര്യം, പുതു മുതലാളിത്തമാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നതാണ് MT പറഞ്ഞത്. പുതിയ മുതലാളിമാർ വന്നിട്ടാണ് അമ്പലം പണിയുന്നതും പള്ളി പുതുക്കി പണിയുന്നതും. ഇതിന്റെ പിന്നിലൊക്കെ പ്രേരണാശക്തിയായി പ്രവർത്തിക്കുന്നത് വികസിത മുതലാളിത്തവും നവലിബറൽ മുതലാളിത്തവുമാണ് എന്ന് രാഷ്ട്രീയമായി MT രാഷ്ട്രീയം എടുത്തിട്ടുണ്ട്. MT രാഷ്ട്രീയം ഇങ്ങനെയൊക്കെയാണ് എഴുതിയത് എന്ന് മാത്രമല്ല, ഗോവിന്ദൻകുട്ടി അനാഥനും അപഗണിതനും ഒക്കെയാണ്. അതിലെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട ആളാണ്. അമ്മാവൻ ശേഖര മുതലാളി അയാളുടെ മകൻ പിഴപ്പിച്ച പെണ്ണിനെ അയാളുടെ കരടിക്ക് വെച്ച് കിട്ടി. അങ്ങനെ തീർക്കപ്പെട്ടു. അവസാനം റിബലായി പോരാടാൻ ഇറങ്ങിയപ്പോൾ ഗോവിന്ദൻകുട്ടിയെ ബന്ധുക്കളൊക്കെ തല്ലി ചതച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കൈത്തണ്ടയ്ക്ക് വിലയുള്ള ആണുങ്ങളുടെ ഈ വരണ അതിനെ നായരുടെ തൊട്ടാൽ കുഞ്ഞരക്കാരുടെ കളി മാറുന്നത്. കുഞ്ഞരക്കാരെ കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി നായർക്ക് പിടിക്കട്ടെ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് അഭയം കൊടുത്തു. പക്ഷേ ഗോവിന്ദൻകുട്ടി മറ്റൊരു പ്രലോഭനത്തിൽ മതം മാറി അബ്ദുള്ളയായപ്പോൾ കുഞ്ഞരക്കാർക്ക് സന്തോഷമാകുമെന്ന് കരുതി കുഞ്ഞരക്കാരെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നൊരു ആദ്യ ഒരു തുപ്പുത്ത് പറഞ്ഞു, ഇനി മേലിൽ ഈ മുറ്റത്ത് കാലുകുത്ത്, ഇന്നല്ല ഇനി ഒരിക്കലും, ഇതിനല്ല ഞാൻ നിങ്ങളെ സഹായിച്ചു. ഒരുപക്ഷെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു മതേതര കഥാപാത്രം കുഞ്ഞരക്കാണ്. നമ്മളത് വായിച്ചിട്ടില്ല, ഇതിനൊക്കെ എത്തിയാലും വായിച്ചിട്ടില്ല. എത്തിയില്ലാത്ത കാലത്ത് നമുക്കുണ്ടാവുന്ന നഷ്ടമില്ല. ഇങ്ങനെ തീക്ഷ്ണമായി ജീവിതത്തിലേക്ക് ആഴത്തിൽ പതിപ്പിച്ച കഥാപാത്രങ്ങൾ, ജീവിതത്തിന്റെ പ്രതിനിധാനങ്ങളായ കഥാപാത്രങ്ങൾ ഇനിയില്ല. ഒരു വലിയ പ്രത്യാശ എനിക്ക് സമ്മാനിച്ചു. മഞ്ഞ് വായിച്ചിട്ടില്ല. മഞ്ഞ് അതിൽ എനിക്കൊരു വല്ലാത്ത കരവിരുന്നുണ്ട്, ഭാഷയുടെ കരവിരുന്ന്. അതിൽ അവസാനം മഞ്ഞിന് മുഴുവൻ ആവർത്തിക്കുന്ന വാചകം വരും, വരാതിരിക്കില്ല. വരും എന്നത് പോസിറ്റീവാണ്, വരും. ഇല്ല എന്നത് നെഗറ്റീവാണ്. വരും, വരില്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്, വരാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒരുപോലെ പോസിറ്റീവ് ആക്കുന്ന ഒരു അത്ഭുതകരമായ സർഗരചനാ വൈഭവം കിട്ടിയിട്ടുണ്ട്. ഞാൻ സൂക്ഷ്മമായിട്ട് പറയുന്നു. വരും, വരില്ല എന്ന് പറഞ്ഞാൽ ആ കഥയ്ക്ക് അർത്ഥം കിട്ടില്ല. വരും, വരാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കണം, തീർച്ചയായും വരും. അപ്പോൾ ഒരു പ്രതീക്ഷ, തീർച്ചയായും വരും. ഈ കാലഘട്ടത്തെ നമ്മൾ അതിജീവിക്കും. ഒരു പുതിയ കാലം വരും എന്ന് നമുക്ക് രചനകൾ തുടങ്ങുകയാണ്. 4 കെട്ടിൽ അപ്പുണ്ണി വിചാരിക്കുന്നുണ്ട് വളരും, വളർന്ന് വലുതാവും, അപ്പോൾ കൈക്ക് നല്ല കരുത്തുണ്ടാകും. എന്നിട്ട് അയാൾ ചെയ്യുന്നത് 4 കെട്ട് ഫ്യൂഡൽ അധികാരത്തിന്റെ പ്രതീകമായ 4 കെട്ട് പൊളിച്ച് തകർത്ത് അവിടെ പുതിയൊരു വീട് വയ്ക്കുകയാണ്. 58-ലാണ് 4 കെട്ട് പുറത്തു വന്നത്. 54 തൊട്ട് എഴുതി തുടങ്ങിയതാണ്. 57-ലാണ് കേരളത്തിൽ ഒരു ജനകീയ ഗവൺമെന്റ്, പുരോഗമന ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. അതിനെ കുറിച്ചൊന്നും ആ നോവലില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, നിന്ദിതരും നിരാശരും നിഷ്കാസിതരുമായ മനുഷ്യർ ശക്തി ആർജിച്ച് തിരിച്ചു വരും. അവർ ഈ വ്യവസ്ഥ പൊളിച്ച് പണിയും. ഇതിനൊക്കെ എന്ത് രാഷ്ട്രീയം എഴുത്തുകാരൻ പറയേണ്ടതില്ല. എഴുത്തുകാരൻ കക്ഷിയുടെ മുദ്രാവാക്യം വിളിച്ച് കൊടിയും പിടിച്ച് നടക്കേണ്ട ആളല്ല.
ഒരു പ്രത്യാശ കാലഘട്ടത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിച്ച് തരേണ്ടത്. ആ നിലയ്ക്ക് എം ടി സൂക്ഷ്മ രാഷ്ട്രീയം എഴുതി. എം ടി പ്രകൃതിയെ കുറിച്ച്, പ്രകൃതി രാഷ്ട്രീയം എന്ന് പറയുന്ന കാര്യം ഏറ്റവും തീക്ഷ്ണമായി എഴുതിയ ഒരാളാണ്. ഈ പുഴയിലെ ഉദയവും നരിവാളൻ കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തനി ഗ്രാമീണനാണ് ഞാൻ എം ടി എഴുതുന്നത്. അറിയപ്പെടാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എന്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഈ മനുഷ്യരുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നിന്ദിക്കപ്പെട്ട ആളുകളെ തിരിച്ചുകൊണ്ടു. ഒരുപക്ഷെ ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്മേൽ അന്ന് കുത്തുവിളക്കുകൊണ്ട് ആഞ്ഞു കുത്തി. 5 നൂറ്റാണ്ട് ലോകം പഠിച്ചത് ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു എന്നാണ്. ഇനി ഒരു വരുന്ന കുട്ടിയോട് ചന്തു എന്ന് പറഞ്ഞാൽ ചതിക്കാത്ത ചന്തുവിനെ അവർ പറയും. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഇതിഹാസം വേണം തിരുത്താം, നാടോടികളെ തിരുത്താൻ മനുഷ്യ സാധ്യമല്ല കാര്യം. അത് ഏറ്റവും തീക്ഷണമായി എഴുതിച്ചത് എംടിയുടെ ക്രാഫ്റ്റിന്റെ ഒരു ബലം കൊണ്ടാണ്. അത് തീക്ഷണമായ ഭാഷയിൽ പെരുന്തച്ചൻ, പക്ഷെ എം ടി ജീവിച്ച ആ പ്രദേശത്തിന്റെ വിത്താണ് പറയപ്പെട്ട പന്തിട്ടുള്ള കഥ. ഒരുപക്ഷെ ലോകത്തെവിടെ അങ്ങനെ ഒരു കഥയില്ല. 1600 കൊല്ലം മുമ്പ് അച്ഛൻ മഹാബ്രാഹ്മണനായ പരരുചിയും അമ്മ പറയപ്പെടും. കൊല്ലം നോക്കണം, 1600 കൊല്ലം മുമ്പ് ജാതി വ്യവസ്ഥ കുടിവെക്കുത്യമാണ് കാലത്ത് ഒരു കഥയുണ്ടാക്കുക. മഹാബ്രാഹ്മണന് അച്ഛനും പറയപ്പെണ് അമ്മയും. 12 കൊല്ലം വേണത്തിൽ അഗ്നിഹോത്രി, രചകൻ, ഉടിയനോട് തച്ചൻ, പിന്നെ വള്ളവൻ, വായിലാക്കുന്നതിലും വെടുതലും നായർ, താരക്കൽ മാത, നേരെ നാരായണഭ്രാന്തനും നഗൂർ ചാത്തനും ഭക്തനായും ചെമ്മേകയിൽ ഉപ്പുകൂറ്റനും പെരിയ തിരുവരങ്ങത്തേടും പാണനായും പാണൻ, പറയൻ, നായകൻ തുടങ്ങി 12 അന്നത്തെ കാലത്തെ ജാതിക്കാരൊക്കെ ഒരമ്മ പെറ്റ മക്കളാണെന്നും ആ അമ്മ അവർണയായ പറയപ്പെണ്ണാണെന്നും ഒരു അച്ഛന്റെ മക്കളാണെന്നും ആ അച്ഛൻ സവർണനായ ബ്രാഹ്മണനാണെന്നും എന്നൊരു വിചിത്രമായ മാനവിക കഥ എം ടി ജീവിച്ച നിളാതീരത്തിന്റെ ലോകോത്തരമായ മുത്താണ്. അതുകൊണ്ട് എന്റെ പ്രദേശത്ത് മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല എന്നതിന്റെ ഒരു ശക്തി ഉണ്ടാവാണ്. അതാണ് പെരുന്തച്ചനിലൂടെ. പെരുന്തച്ചനെയും മോചിപ്പിച്ചു. ഇതുവരെ പെരുന്തച്ചൻ കോംപ്ലക്സ് മാത്രമേ നമ്മൾ കിട്ടുള്ളൂ. പക്ഷെ പെരുന്തച്ചൻ കണ്ടാൽ നമുക്ക് പെരുന്തച്ചൻ കോംപ്ലക്സ് അല്ല, എന്തുകൊണ്ടാണ് വേണ്ടി താഴെ പോയത് എന്ന് ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ എം ടി ചെയ്തതൊക്കെ മലയാളിയുടെ പൊതുബോധത്തെ മാറ്റി പണിയുന്നതാണ്. അതിനൊരു കാരണം, തകഴി എഴുതുമ്പോൾ തകഴി ഒരു കഥ പറയും, ഉറൂബ് ഒരു കഥ പറയും, എസ് കെ പൊറ്റക്കാട് ഒരു കഥ പറയുന്നു, ഗോപാലൻകുട്ടി പുറത്തിറങ്ങി, അല്ലെങ്കിൽ ആ ആളുടെ കഥ പറയും. എം ടി ആരുടെ കഥയാണ്? എം ടിയുടെ രചന മുഴുവൻ നോക്കും. പുറത്തേക്ക് ഇറങ്ങി ആരെയും കണ്ടില്ല, വല്ലാതെ വിശക്കുന്നുണ്ട്. അച്ഛനാരോട് ചോദിക്കാം, ആരാണ്? ഞാൻ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയുന്നില്ല, വേലായുധൻകുട്ടി പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറയുന്നില്ല. നിങ്ങൾ വിമല മഞ്ഞ് ബോധധാരാ സമ്പ്രദായം എന്ന് അവന് പറയാം. ആരാണ് കഥാപാത്രം എന്ന് പറയുന്നില്ല. വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാനാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും പുറത്തേക്ക് ഇറങ്ങി, നല്ല ഉഷ്ണം, ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നി. എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞില്ല, ഹാരിസിന് ഇത്തിരി വെള്ളം കുടിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞില്ല. വായിക്കുന്ന ആൾക്കാണ് വെള്ളം കുടിക്കണമെന്ന് തോന്നിയത്. എം ടിയെ വായിക്കുമ്പോൾ അപ്പുണ്ണി നിങ്ങൾ തന്നെയാണ്. എം ടിയെ വായിക്കുമ്പോൾ വേലായുധൻ നിങ്ങൾ തന്നെയാണ്. എം ടിയെ വായിക്കുമ്പോൾ ഗോവിന്ദൻകുട്ടി നിങ്ങൾ തന്നെയാണ്. എം ടിയെ വായിക്കുമ്പോൾ വിമല നിങ്ങളാണ്. എം ടിയെ വായിക്കുമ്പോൾ ബുദ്ധു നിങ്ങളാണ്. എം ടിയെ വായിക്കുമ്പോൾ കൊന്തുള്ളി നായർ നിങ്ങളാണ്. എം ടിയെ വായിക്കുമ്പോൾ ഭീമൻ പോലും നിങ്ങളാണ്. അങ്ങനെയാണ് ഞാൻ രണ്ടാമനായി പോയി, രണ്ടാമൂഴക്കാരനായി പോയി. നല്ല കരുത്തും ബലവും ഉണ്ടായിട്ടും എന്നെ അവഗണിച്ചു എന്ന ഭീമബോധം ആണ് ആ നോവലിനകത്ത് മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരുപക്ഷെ ബഷീർ മികച്ച എഴുത്തുകാരനാണെങ്കിലും ബഷീറിനെ വായിക്കുമ്പോൾ എഴുത്തുകാരി വന്നൊന്നും ഞാനാണെന്ന് തോന്നുന്നില്ല. ബഷീറിനെ വായിക്കുമ്പോൾ ആനവാരി രാമൻ നായർ ഞാനാണെന്ന് തോന്നുന്നില്ല. പക്ഷെ എനിക്കിടെ ഏത് കഥാപാത്രത്തെ വായിച്ചാലും വായിക്കുന്നവർക്ക് അത് ഞാനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് 1 കോടി മനുഷ്യർ വായിച്ചപ്പോൾ 1 കോടി ഗോവിന്ദൻകുട്ടിമാരുണ്ടായി. അവരൊക്കെ എം ടിയുടെ കഥാപാത്രങ്ങളായി. അതുകൊണ്ട് എം ടി പോയപ്പോൾ ആ കഥാപാത്രങ്ങളൊക്കെ അനാഥരായി. അതുകൊണ്ട് എം ടി പോലെ എഴുത്തുകാരൻ സൃഷ്ടിച്ചത് നിങ്ങളുടെ തന്നെ കഥയാണ്. എം ടിയെ വായിച്ചപ്പോൾ കോടിക്കണക്കിന് മനുഷ്യർ വായിച്ചത് അവരെ തന്നെയാണ്. ഇങ്ങനെ മലയാളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ അത്യപൂർവ്വം എഴുത്തുകാരെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എം ടിയോടുള്ള ഭക്തി കൊണ്ട് പറയുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പോയി വായിച്ചോ. ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഉണ്ടായിട്ടില്ല. ഞാനിത് എന്റെ കെമിസ്ട്രി സൂക്ഷ്മമായി തന്നെ പറയാനുണ്ട്. അത് എം ടിക്ക് വാഴ്ത്തുപാട്ട് പാടുക. എം ടി എഴുതിയപ്പോൾ വായിച്ചവരൊക്കെ അവരെയാണ് വായിച്ചത്. ഇത് പക്ഷെ ചെറിയ തോതിൽ ചങ്ങമ്പുഴ കവിതയിൽ ചെയ്തതാണ്. കവിതയിൽ ചെറിയ തോതിൽ ചങ്ങമ്പുഴ ചെയ്തത് വലിയ തോതിൽ ഗദ്യ സാഹിത്യത്തിൽ ചെയ്തയാളാണ്
MP പ്രസിഡന്റ്. മാത്രമല്ല ഒരു യുഗമാണ് MP സൃഷ്ടിച്ചത്. 75 കൊല്ലം MP അകറ്റി ഭരിച്ചു. നമ്മുടെ പാട്ടുകൾക്ക് പോലും MP ഒരു പുതിയ വ്യാഖ്യാനം. പ്രധാനപ്പെട്ട കാര്യം MP-യുടെ സിനിമകളാണ് ഈ നാടോടി പാട്ടുകളുടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. MP എഴുതിയ സിനിമകളെ അസുരത്തിൽ 2 നാടോടി പാട്ടുകൾ. കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂപറിക്കാൻ പോരാമോ തുമ്പിലെ പൊന്നാണ്, അരിയെന്നെല്ലു വിളഞ്ഞാല് അച്ഛൻ കാവൽ പോയാല്. അടിപ്പാടം ഒരാൾ അക്കരെ നാക്കും വന്നാല് അമ്മ വിരുന്നും പോയാല്. ആടിപ്പാടാൻ ഒരാൾ ഡാഡി മമ്മി വീട്ടിലില്ല പാട്ടിന്റെ ഒരു പഴയ ഫോമാണ്. അമ്മ വിരുന്ന് പോയാൽ അച്ഛൻ കാവൽ പോയാൽ ഞാൻ വരാം. ഡാഡി മമ്മി വീട്ടിലില്ല പാട്ടില്ല. അന്ന് MP സൂക്ഷ്മമായി നാടോടി പാട്ട് കേൾക്കൊണ്ടിരുന്നു. അതിൽ എത്ര സൂക്ഷ്മമായ പാട്ടുകളാണ്. പകലവനെന്ന് മറയുമ്പോൾ അകില് പുകച്ച മൂടിക്കുള്ളിൽ പനിമതി ബിംബമൂതിത്തപ്പോൾ പുതുമണവാട്ടി. അങ്ങനെ പാട്ടില്ലേ? രാജുവിനൊക്കെ പാട്ട് അതുപോലെ ഉണ്ടല്ലേ? കേരളത്തിന്റെ സംഗീതമാണ് ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങളൊക്കെ വല്ലാത്ത ഉപകരണമാണ്. അതിമനോഹരമായ നാടൻ പാട്ടുകൾ MP-യുടെ സിനിമകളാണ് നമ്മൾ ആദ്യം കണ്ടത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചില്ലാത്ത കാര്യം, ഓളവും തീരവും എന്ന സിനിമയിൽ MP സ്ക്രിപ്റ്റിൽ എഴുതി വെക്കുന്നത് പാപ്പുട്ടിയുടെ മനസ്സിൽ മോയിൻകുട്ടി വൈദ്യരുടെ ഇശലുകൾ. PM മേനോൻ മോയിൻകുട്ടി വൈദ്യരുടെ ഇശലൊന്നും അറിയില്ല. PM മേനോൻ ഈ പ്രദേശം അറിയാം. MP എഴുതി വെച്ചിരിക്കുക. പാപ്പുട്ടിയുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നത് മോയിൻകുട്ടി വൈദ്യരുടെ ഇശൽ. ആ സിനിമ കണ്ടിട്ടുണ്ട്. ബാബുക്ക ട്യൂൺ ചെയ്ത 3 ശബ്ദം അഭിനയിച്ചിട്ടുണ്ട്. രാമകലാവിയും ബാബുക്ക മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനതുള്ളിൽ സരസിജ മുറ്റേ മധുരത്തെ അവളുടെ തരവതൊക്കെ മറന്നിട്ടും സിയബുക്കൊക്കെ പഠിക്കുന്നത്. രസം വേണമെങ്കിൽ പട്ടുപോലെ മൃദുലമായ ശബ്ദമാണ്. കണ്ടാറക്കട്ടും കണ്ടാലുള്ളതിലുണ്ടാനേ ഒരുത്തി അതും ബാബുക്കെ ആ സീനിൽ പാടുന്നത്. ഇതൊക്കെ മനസ്സിൽ ഇപ്പോഴും പറഞ്ഞു കിടക്കുക. എന്നോ കണ്ടതാണ് ഓർമ്മ. എനിക്കുണ്ട് പയ്യത്തിൽ പുത്തൊരു നീത്ത് കള്ളിത്തും കൊണ്ട് ഒരുവൻ കുറ്റൊരു വാക്ക് ഞാൻ തെറ്റിടാതെ അയ്യവൻ നാമത്തെ അയ്യും സൈനു പുജ ആമേയൻ നാമം ശ്രീമത്തൻ നാങ്കൾ താഴെയും വന്യശു വാസം തന്നിൽ ലരസൻ നീ പിരിശത്തിൽ ചെയ്യുവാനും ആടും ദീനം വീണ കൂടുവാനും ദിവസം ആശയിൽ ചോശ വീശിയുടയുമങ്ങാളെത്തി പെരിയതാമാശയും പൊട്ടല്ല സംഗൃതം മുട്ടും എല്ലാം ഈ ബാബുയുടെ മനസ്സിലെ പ്രണയത്തിന്റെ ഒരു മൗണ്ടിങ് ഉണ്ട്. അതൊക്കെ പ്രണയം ഇങ്ങനെ പൊന്തി പൊന്തി പോകുന്നത് അത് ആ തീരത്തിങ്ങനെ അങ്ങോട്ട് ഉലാകുന്നു. നമുക്ക് തോളിപ്പുറയിൽ ഇരിക്കുന്നു. എല്ലാം നേരത്തെ സജീഷ് പറഞ്ഞ ഡയലോഗുകൾ ബാബുയെ കുറിച്ച് പറയുന്നില്ലേ? അതൊക്കെ അന്തരീക്ഷം ഉണ്ടാക്കി തരാൻ MP ഉപയോഗിച്ചാണ്. ഈ നാട്ട് പാട്ടുകളെ നിർമ്മാല്യത്തിൽ സിനിമ പാട്ടിൽ ആരും എഴുതിയിട്ടില്ല. ഇടശ്ശേരിയുടെ സമയമായി എന്നുള്ള ഒരു കവിത. മറ്റൊന്നൊരു പുള്ളുവപ്പാട്ടാണ്. ശ്രീ മഹാദേവൻ തന്റെ ശ്രീ പുള്ളോടും കൊണ്ട് ഓമന ഉണ്ണീരെ നാവ് പാടുന്നേ മുറ്റത്തോരുണ്ണീരെ പറ്റടി കാണാന് ഉറ്റവരെ നിത്യം ഭജിച്ചു കൊതിച്ചമ്മ വഴിയിലെത്താണി കെട്ടിക്കാമെന്ന് ദാഹവെള്ളവും പാലിക്കാമെന്ന് ഓമന ഉണ്ണീരെ നാവെന്ന് പാടിയിട്ട് ഉണരി
അത് ശരിക്കും ഒറിജിനൽ ഉള്ളോപ്പാട്ട. അത് രാഘവഭാഷ കൊടുത്തിരിക്കുന്ന ഈണം പ്രധാനപ്പെട്ടത്. സൗരാഷ്ട്രം എന്ന കർണാടക രാഗത്തെ ഈ ഹിന്ദുസ്ഥാനി ഫ്ലേവറോട് ചേർത്ത് ഇതൊക്കെ വെന്റിൽ ഇടപെട്ടിട്ടാണ് രാഘവഭാഷ ചെയ്താൽ മതി. എന്റെ പടത്തിൽ ഇന്ന ആള് പാട്ടെഴുതുന്നു. എന്റെ ജ്യേഷ്ഠന്റെ മകൻ മോഹൻ ബാബു പണം മുടക്കിയിട്ടാണ് വേനൽക്കിനാവുകൾ എന്ന സിനിമ എടുത്തത്. ഇതിന് മുഴുവൻ പണം മുടക്കിയത് ബാബുവാണ്. ബാബുവിന് ഒറ്റ ദുരാഗ്രഹമേ ഉണ്ടായിരുന്നു. കവിയാണ്. അതില് പാട്ടെഴുതാൻ ഉണ്ണിമാമ ഒരവസരം കൊടുക്കണം. അങ്ങനെ അത് രേഖപ്പെടുത്തി പറ്റിച്ചു പറയുകയൊക്കെ ചെയ്തു. എന്റെ സിനിമയിൽ ONV പാട്ടെഴുതും. അങ്ങനെയാണ് ONV പാട്ടെഴുതി. ബാബു വളരെ സങ്കടം. ബാബുടെ എപ്പോഴും പറയും ഉണ്ണിമാമ അങ്ങനെ ശ്രദ്ധിക്കുന്നു. തന്റെ ബന്ധുക്കളല്ല, ഏറ്റവും അടുത്ത ആളാണെങ്കിൽ തന്റെ സിനിമയ്ക്ക് വേണ്ടത് എന്താണെന്ന് അത് കാലത്തൊക്കെ എന്റെ സിനിമയിൽ എഴുതിയിട്ടുള്ളത് പി ഭാസ്കരനാണ്. പിന്നെ ONV ആണ് എഴുതിയത്. കുറച്ച് യൂസഫലി കച്ചേരി ആയപ്പോൾ വളർത്തു മൃഗങ്ങൾക്ക് പാട്ടെഴുതി. യൂസഫലിക്ക് പരിപിടിച്ചു, വരാൻ പറ്റിയില്ല. അല്ല, ആ കാലത്ത് യൂസഫലിയാണ് എഴുതേണ്ടത്. വന്നില്ല. പലരെയും വിളിച്ചു, ആരെയും കിട്ടിയില്ല. അവസാനം എന്നെ കക്കാട് വിളിച്ചു. കക്കാട് ഒന്ന് പാട്ടെഴുതാൻ. കക്കാട് പറഞ്ഞു ഇനി എന്നെ പാട്ടെഴുതാൻ നിർബന്ധിച്ചാൽ ഞാൻ കേരളം വിട്ടു പോകും, തിരിച്ചു വരില്ല. അതോളം പാട്ടെഴുതാത്ത ആളാണ്. അങ്ങനെയാണ് FT കഷ്ടപ്പെട്ട് എഴുതിയതാണ്. ഒരു മുറിക്കണ്ണാടിയിലൊന്നും അറിയുന്നില്ല ഞാൻ എന്റെ അർത്ഥം. പ്രത്യേകം ശുഭരാത്രി നിങ്ങൾക്ക് നേരുന്നു. മൂന്നാമത്തെ പാട്ട് കാക്കാലം കളിയച്ഛൻ കണ്ണു തുറന്നിരുന്നുറങ്ങുന്നു. ഈ കാലത്തെ കുറിച്ച് ഇത്രയും മനോഹരമായ ഒരു പാട്ട് എഴുതിക്കും എഴുതിയില്ല. മനോഹരമായ പാട്ടുകളാണ്. തന്റെ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് എനിക്ക് നിഷ്കർഷമുണ്ടായിരുന്നു. നഗരമേള എനിക്ക് വേണ്ടിയിട്ട് ഭാസ്കര മാസ്റ്റർ പാട്ട് എഴുതി കൊടുത്തു. താന്നിയൂരമ്പലത്തിൽ കഴകക്കാരനെ പോലെ താമരമാലയുമായി തിങ്ങി നിൽക്കുമ്പോൾ ഭാസ്കർ മാസ്റ്റർ എന്നോട് ചോദിച്ചു, ഈ താന്നിയൂർ എവിടെയാണെന്ന് വാസുവിന് മനസ്സിലായോ? എന്റെ കൈവിടത്തി അങ്ങനെ സ്ഥലം പറ്റില്ല. വാസുവിന്റെ അടുത്ത് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ താന്നിക്കുന്ന് എന്റെ കഥയിലൊക്കെ വരുന്നതാണ്. കൂടല്ലൂർ എംപിയുടെ നാടുമാണ്. അപ്പൊ താന്നിക്കുന്നിലെ താന്നിയും കൂടല്ലൂരിലെ ഊരും ചേർത്ത് ഭാസ്കര മാസ്റ്റർ ഉണ്ടാക്കിയ ഒരു പുതിയ ഗ്രാമമാണ് താന്നിയൂർ. പക്ഷെ അത് കേട്ടാൽ അത് അവിടെയുള്ള സ്ഥലമൊന്നുമില്ല. നീരാടൊന്നുമില്ല. ഭാസ്കരമാഷ് പലതും എടുത്തു കൊടുത്തു. കന്നിരാവിൻ കടഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീണപ്പോൾ. അപ്പൊ പൊന്നാനിപ്പുഴയിൽ കോഴി വേസ്റ്റാണ് വീഴുന്നത്. കടഭക്കിണ്ണമുണ്ട്. പക്ഷെ പിന്നീട് കാര്യം ചെയ്തു. കന്നിരാവിൻ കടഭക്കിണ്ണം പൊന്നാനിപ്പുഴയിൽ വീണു. അതിന്ന് എടുത്തിട്ട് വെണ്ണിരാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലാക്കി കൊണ്ടുപോയിട്ടു. അത് എളുപ്പമാണ്. നേരത്തെ ഭാസ്കരമാഷ് ഉണ്ടാക്കിയെടുത്ത ചന്ദനക്കിണ്ണത്തെ പുന്നമടക്കായൽ കൊണ്ടിടാൻ എളുപ്പമാണ്. ഉണ്ടാക്കി വെക്കാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു. മുറപ്പെണ്ണില്ലെങ്കിൽ വാത്സല്യം എന്ന സിനിമ ഇല്ല. ഇരുട്ടിന്റെ ആത്മാവില്ലെങ്കിൽ തനിയാവർത്തനം എന്ന സിനിമ ഇല്ല. താഴ്വാരമില്ലെങ്കിൽ കന്മതം എന്ന സിനിമ ഇല്ല. എനിക്ക് വിരോധം അവരോടുള്ളതായിട്ട് പറയാം. നീ രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്യണം. ഇതിന്റെ പുതിയ കാലത്തെ ഒരു പാറ്റന്റ് മാറ്റൽ മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മലയാളത്തിലെ തിരക്കഥകൾക്ക് മാതൃക ഉണ്ടാക്കിയത് MT വാസുദേവനാരാണ്. MT വാസുദേവനാരുടെ തിരക്കഥയെ മാറ്റി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പത്മനാഭൻ മാത്രം. സത്യമായിട്ട് പത്മനാഭൻ ഒഴിച്ച് ഒരാളും MTയുടെ തിരക്കഥയുടെ പാറ്റേൺ മാറ്റിയിട്ടില്ല. 62, 63 സിനിമകൾക്ക് തിരക്കഥ 6 സിനിമ സംവിധാനം ചെയ്തു. നിർമാല്യം, ബന്ധനം, വാരിക്കുടി, കടവ്, ഒരു ചെറു, പുഞ്ചിരി. 6 സിനിമകളാണ് സംവിധാനം ചെയ്തത്. ഒന്നും വ്യത്യസ്തമായ സിനിമകളാണ്. ഒരു നാടകം എഴുതിയിട്ടുള്ള നേരത്തെ സജീവ അവതരിപ്പിച്ച ഗോപുരനടയിൽ ഒറ്റ നാടകമാണ്. പക്ഷെ മലയാളത്തിലെ സമാനതകളില്ലാത്ത നാടകമാണ്. ഒറ്റ 2 യാത്രാകളുണ്ട്. ആൾക്കൂട്ടത്തിൽ തെളിയ വൻകടലിലെ തുടർഭാഗത്താണ്. ആൾക്കൂട്ടത്തിൽ തെളിയ എന്ന പുസ്തകത്തിലാണ് മാർക്കസ് എന്ന എഴുത്തുകാരനെ കുറിച്ച് മലയാളം ആദ്യമായിട്ട് കേട്ടത്. മാർക്കസിനെ ലാറ്റിൻ അമേരിക്കക്കാർ അറിഞ്ഞുകൊടുക്കുന്നതിന് മുമ്പ് നോബൽ സമ്മാനം കിട്ടാൻ സാധ്യത
മലയാളികളോട് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ മാർക്കസിൽ കുടുങ്ങിപ്പോയി. മാർക്കസ് മലയാളികൾ തോന്നുന്ന വിധത്തിൽ മലയാളികൾ മാർക്കസിനെ ഇഷ്ടപ്പെട്ടു. അത് എംടി പറഞ്ഞതോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എംടി പറയുമ്പോൾ അതിലൊരു ആധികാരികത എംടി ചൂണ്ടിക്കാണിച്ചവരാണ്. എംടി തിരക്കഥ എഴുതിയത് സത്യന്റെ ഏറ്റവും മികച്ച സിനിമകൾ, എംടിയുടെ തിരക്കഥ കുട്ടിയാലി പോലുള്ള ഏറ്റവും മികച്ച സത്യന്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ എംടി എഴുതിയതാണ്. പ്രേംനസറിന്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളൊക്കെ എംടി എഴുതിയതാണ്. എംടിയുടെ ആത്മാവിലെ വേലായുധത്തെ തൊട്ട് മധുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകൾ ബാപ്പുട്ടി അടക്കം ഉള്ള സിനിമകളൊക്കെ എംടി എഴുതിയതാണ്. എം ജി സോമന്റെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, സുകുമാരന്റെ എല്ലാ കഥാപാത്രങ്ങളും എംടി എഴുതിയതാണ്. ബന്ധനം തൊട്ടുള്ള സിനിമകളിൽ അക്കാലത്ത് വന്ന മറ്റുള്ളവരെടുത്തു. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളൊക്കെ എംടി എഴുതിയതാണ്. മമ്മൂട്ടിയെ കണ്ടുപിടിച്ചതും എംടി തന്നെയാണ്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമകൾ എംടി എഴുതിയതാണ്. ഇന്ദ്രജിത്ത് തൊട്ട് വിനീത് വരെ മലയാള സിനിമയിലെ 4 തലമുറയിലെ നായകന്മാർക്ക് ഉജ്ജ്വലങ്ങളായ കഥാപാത്രങ്ങളെ കൊടുത്തത് എംടിയാണ്. എംടി ഇല്ലാത്ത കാലത്ത് അങ്ങനെ ഒരു കഥാപാത്രം ഇനി ഉണ്ടാവില്ല. ഇതൊക്കെയാണ് എംടി ഇല്ലാത്ത കാലത്തിന്റെ ശൂന്യത. അങ്ങനെ ഒരു പൂർണ്ണ തച്ചു പണിയെടുത്ത ഒരാൾ എംടിയുടെ കഥ. ജയചന്ദ്രന്റെ ഏറ്റവും മികച്ച പാട്ടുകൾ പലതും എംടിക്ക് വേണ്ടിയാണ്. സംഗീതം അറിയാത്ത, കന്നഡ സംഗീതം പഠിക്കാത്ത ജയചന്ദ്രന് വേണ്ടിയാണ് എം പി ശ്രീനിവാസനെ കൊണ്ട് ശ്രീരാഗം ഉദയ ശ്രീരാഗം മധുകര മധുര ശ്രുതി ഉദയ സരോവരമുണരും രാഗം. ഇതാദ്യം പടം പാടും. അതിൽ എല്ലാ രാഗമുണ്ട്. രാഗം വസന്തരാഗം, വസന്തരാഗം വിശദീകരിച്ചു. രാഗം ഹംസധ്വനിയില. കർണാടക സംഗീതം പഠിക്കാത്ത ജയന്തൻ ഇത് കേട്ട് പേടിച്ചടുത്ത വണ്ടിക്ക് നാട്ടിൽ പോയി. എംടി ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയിട്ടാണ് എംടി ഇരുന്ന് പാടിച്ചതാണ് രാഗം ശ്രീരാഗം. ജയന്തൻ തന്നെ പറഞ്ഞില്ല. അങ്ങനെയാണ്. അതിനാണ് രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ്. ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് തമിഴിലെ സുപ്രഭാതം അല്ലേ. കേവല മധ്യഭാഷ കേട്ടാത്ത ശബ്ദത്തിൽ ഈ എഫ്ഡിയെ പോലെ തന്നെ ജയന്തമുണ്ട്. അത് വന്നു പോയതാണെങ്കിലും ഈ ഹൃദയത്തിൽ ആണ് ഇവരൊക്കെ കയറിയിരുന്നത്. എം ടി വാസൻ നേരെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എം ടി വാസനെ വിമർശിക്കാൻ പറ്റില്ല. കാരണം മുമ്പിൽ ഹൃദയത്തിനോട് കയറിയിരിക്കുകയാണ്. മുമ്പിൽ പിടിച്ച് താഴെ ഇറക്കിയതിനു ശേഷം വേണമെങ്കിൽ വിമർശിക്കാൻ പറ്റും. അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് എം ടി വിമർശിക്കാൻ പറ്റും. എം ടി ഹൃദയത്തിന്റെ മുകളിൽ കയറിയിരിക്കും. അതുപോലെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ജയന്തറിനെയും വിമർശിക്കാൻ പറ്റും. ജയന്തരൻ അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പാടിയതാണ്. പാട്ടുകാരൻ എഴുതി സംഗീത സംവിധായകൻ ഇടം നൽകിയ പാട്ടിനെ ആലാപനം കൊണ്ട് വ്യാഖ്യാനിച്ച മലയാളത്തിലെ ഒരേ ഒരു പാട്ടുകാരൻ യേശുദാസ്. അങ്ങനെ ചെയ്തിട്ടില്ല. യേശുദാസ് ഗന്ധർവനാണ്. ഗന്ധർവലോകത്തേക്ക് വരും, ഗന്ധർവലോകം അമേരിക്കയിലാണ്. ഈ ജയന്തരൻ നമ്മുടെ വീട്ടിലൊരാൾ മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും ഗന്ധർവ വേഷമൊന്നും കിട്ടിയില്ല. ജയന്തരന്റെ ഒരു ജയന്തനിക്കൊന്നും അറിയാതെ ജയന്തൻ ഇപ്പൊ അങ്ങനെയാണ് അനുസ്മരണം. ആരോ പറഞ്ഞു അവിടെ ടിപ്പു ജയന്തന്റെ അനുസ്മരണമാണ്. അനുസ്മരിച്ചത് വായനശാലയിൽ. എം ടി പി ജയന്തൻ അനുസ്മരണം ആളുകൾ മനസ്സിലാക്കി എം ടി പി ജയന്തൻ എം ടി അനുസ്മരിക്കുമ്പോൾ എം ടി പി ജയന്തൻ ആക്കാതെ ഓർമ്മയില്ല. അവിടെ ജയന്തന്റെ അനുസ്മരിച്ചത് അങ്ങനെ ഇപ്പൊ പാറ്റേൺ ആളുകൾക്ക് യാതൊരു ഔദ്യത്തില്ല. എം ടി വിളിച്ചു, ജയന്തൻ വിളിച്ചു, അങ്ങനെ കൂട്ടിച്ചേർത്ത് കമ്പൈൻഡ് അനുസ്മരണം. അതായത് ഞാനത് ചെയ്തില്ല. വിജയൻ മോശമായിട്ടൊന്നും ജയന്തനെ അറിയാൻ പുറത്തു പോയില്ല. ഞാൻ എന്റെ ഭാര്യ കഴിക്കുന്നു. ഭാര്യ ഞാൻ പറയാറുണ്ട്. ഞാനിവിടെ ഇവിടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കോളേജ് പഠിക്കുന്ന കാലത്ത് പെൺകുട്ടി എന്റെ പുസ്തകത്തിൽ ആ പുസ്തകം വായിക്കും, തിരിച്ചു തരും. അങ്ങനെ ഒരു പുസ്തകം തിരിച്ചു വന്നപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നു, നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയേക്കും. എനിക്ക് അറിയാവുന്ന ധൈര്യം പറയാം. എന്റെ കൈക്കാലം കുറച്ചു തിരിച്ച് കത്തെഴുതാൻ എനിക്ക് പറ്റും. അപ്പൊ എന്താ ഭാഗ്യം കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യം ബാക്കി എഴുതി കൊടുക്കും. ആ പാട്ടിന്റെ ബാക്കി ഭാഗം അങ്ങനെയാണ് ഞാൻ ഇന്ദുബദനേ നിന്റെ നീരാട്ടുകടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ പിളർന്നുവെങ്കിൽ ഇന്ദുബദനേ നിന്റെ നീരാട്ടുകടവിലെ ഇന്ദീവരങ്ങളായി ഞാൻ പിളർന്നുവെങ്കിൽ ഇന്ദ്രനീലാഭ പോകും നിന്മലർമിഴിയുമായി
സുന്ദരി അങ്ങനെ ഞാൻ ഇണങ്ങുമല്ലോ നിൻമണിയറയിലെ ശയ്യയിലെ നീല നീരാളമാ ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്റെ കമലവല്ലി എന്നുമൻ വിരിമാറിൽ പടരുമല്ലോ. അങ്ങനെ 4 പ്രാവശ്യം അങ്ങോട്ടും കൂടെ പഴയത് കൊണ്ടുപോയി കുട്ടികൾ കണ്ടു രക്ഷപ്പെട്ടു. ഞാൻ പ്രേമിച്ചത് 37 വർഷമായിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കാമുകിയെ മാത്രമാണ്. അതും ഞാൻ എഴുതപ്പെട്ടാൽ സാക്ഷ്യപ്പെടുത്താൻ ജീവിതത്തൊക്കെയാണ് നമ്മളെ ഇതൊക്കെ സ്വാധീനിച്ചു. ഈ ജയന്തൻ നമ്മളെ സ്വാധീനിച്ചു. കാരണം ജയന്തനെ പോലെ ജയന്തനിലേക്ക് വന്നതിന് വിഷയമായിപ്പോങ്കിലും ചില പാട്ടുകൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന രീതി അത്ഭുതകരമാണ്. യാത്രയായി യാത്രയായി നമ്മൾ മാത്രമാണ്. ഓരോ അനുസ്മരണം കഴിയുമ്പോഴും ഞാൻ ആത്മാവിൽ കണ്ണുനീരെന്ന് വിചാരിക്കുന്നു. ഇത് വാസുവിന് അറിയില്ലല്ലോ. പലപ്പോഴും ഞാൻ പ്രസംഗിച്ചത് MT അറിയും, നേരിട്ട് പറയില്ല. പക്ഷെ അത് മനസ്സിലാവും. ഞാൻ MTയെ കുറിച്ചൊരു പുസ്തകം എഴുതി. MT ദിനേശൻ വിശ്വാസം ഗ്രാമത്തിൽ വലിയ ആദരവോടുകൂടി കൊണ്ടുകൊടുത്തു. ഒരു അക്ഷരം കൂടിയില്ല. മരിക്കുന്നത് വരെ എന്നോടൊന്നും പറഞ്ഞു. പക്ഷേ KP കുമാരൻ MTയെ കുറിച്ച് കേന്ദ്ര അക്കാദമിക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടി MTയെ ചെന്ന് കണ്ടു. MTയെ കുറിച്ച് സിനിമ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ റെഫർ ചെയ്യണം എന്നൊക്കെ അന്വേഷിക്കാനാണ്. MT പറഞ്ഞു എന്ന് എന്നോട് കുമാരേട്ടൻ പറഞ്ഞു. കുമാരൻ അധിക പുസ്തകം നോക്കണ്ട, എന്നോട് നൽകുന്ന ഒരിക്കലും നേരിട്ട് ഒരു പ്രശംസ കിട്ടില്ല. പക്ഷെ അദ്ദേഹം മീശ പഠിക്കുമ്പോൾ അറിയാം അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊക്കെ അറിയാം, മാതൃഭൂമിയിൽ MTക്ക് സഹായി വരും. ഞാനവിടെ പോയി ഇരിക്കപ്പെട്ട ആ സഹായി വരും. MT നോക്കും, പോയിട്ട് ദിനേശ് പിടി കൊണ്ടുവരും. കുറച്ച് കഴിഞ്ഞാൽ സഹായി വരും, MT നോക്കും, ഒരു ചായ കൊടുക്കും. ഈ 2 നോട്ടത്തിൽ ദിനേശ് പേടി ചായ എങ്ങനെയാണ് വേർതിരിച്ചത് എത്ര കാലഘട്ടം. പക്ഷെ അവസാനം ഡോക്ടറൊക്കെ അറിയാതെ ഡോക്ടറുടെ പുസ്തകപ്രകാശനത്തിനാണ് മഞ്ചേരിയിൽ അവസാനം വന്നത്. അവസാനം പ്രിയപ്പെട്ട ആളുകളോട് അദ്ദേഹം ഈ മീശ പിടിക്കുന്ന രീതിയാണ്. ഇവിടെ പിടിച്ച ഒരർത്ഥാണ്, വീട് ഇവിടെ വെച്ച ഒരർത്ഥാണ്, വീട് നേരെ വെച്ച ഒരർത്ഥാണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ മനസ്സിലാക്കി. 32 കൊല്ലം ആ മനുഷ്യരുടെ ഓരോ ചലനങ്ങളും പഠിച്ചു മഹാമനുഷ്യ സ്നേഹത്താൽ വിമലീകരിക്കപ്പെട്ട ഒരു ഹൃദയം കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മലർച്ചെണ്ട പോലെ ഒരു മനസ്സ്. ഒരുപാട് എഴുത്തുകാർ കണ്ടിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ സ്വർണ്ണക്കാലുകളാണെന്ന് കരുതി അടുത്ത് ചെല്ലുമ്പോൾ കളിമൺകാലുകളുടെ മുകളിൽ സ്വർണ്ണം പൂശിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇത്ര കാലം MTയോടൊപ്പം നടന്നിട്ടും ആ തിളക്കം വർദ്ധിച്ചു വരികയാണ്. മരിച്ചപ്പോൾ ആ സ്വർണ്ണക്കാലുകൾ കൂടുതൽ തിളക്കമാകുന്നതിൽ ഇല്ലാത്ത കാലം നിങ്ങളെക്കാളേറെ വേദനിക്കുന്നതിന് ഓരോ പുസ്തകം കഴിയുമ്പോൾ ആത്മാവിൽ കണ്ണുനീരുന്നുണ്ട്. വാസുക ഇതങ്ങ് കേൾക്കുന്നുണ്ടോ? ഒരുപക്ഷെ MTയിലെങ്കിലും കൂടല്ലൂരിലെ താന്നിക്കുന്ന് കിടക്കുന്നുണ്ടാവും, ഉമാനത്തോട് കിടക്കുന്നുണ്ടാവും, കൈതക്കാട് കിടക്കുന്നുണ്ടാവും, വടക്കേപ്പുഴ കിടക്കുന്നുണ്ടാവും, തെക്കും മുറിയും വടക്കും മുറിയും കിഴക്കും മുറിയും പടിഞ്ഞാറ്റും മുറിയും കിടക്കുന്നുണ്ടാവും, പറക്കുളം നെഞ്ചിൽപ്പുറം കിടക്കുന്നുണ്ടാവും, അവിടുത്തെ കണ്ണാന്തളി പൂക്കൾ കിടക്കുന്നുണ്ടാവും. MT എഴുതിയിട്ടുണ്ട്, നമുക്ക് പോകേണ്ടിയിരുന്ന വഴി ഇതിലെയല്ല, നാഴികകൾ വളഞ്ഞു ചുറ്റി ഇതിലേ വന്നത്, ഞാൻ ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് എന്നെ അറിയിക്കാനാണ്. അന്നും ഈ മുസാവരി ബംഗ്ലാവുണ്ടായിരുന്നു, അതിനപ്പുറത്താണ് തന്നിക്കുന്ന്, അതിനപ്പുറം പറക്കുളം നെച്ചിൽ പറമ്പ്, കണ്ണാന്തളി പൂക്കൾ. അതെ, എൻ്റെ ബാല്യം. പുഴയുടെ ചുവട്ടിൽ പാലത്തിന് ചുവട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു കുമ്മട്ടിക്കായ അറുത്തെടുക്കുന്ന വിരലുകൾ ചാത്തുനായരുടേത്, കാവൽ നിൽക്കുന്ന കണ്ണുകളിൻ്റേത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് 5 പേർ അത്താഴപ്രശ്നം കൂടാതെ കഴിഞ്ഞൊരു കാലമുണ്ടായിരുന്നു. കാവൽ കിടക്കാൻ വന്ന ചാത്തുനായർക്കും അതിലൊരു പങ്കുണ്ട്. ഇതാണ് MT വന്ന സ്ഥലം. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് പട്ടിണി കിടന്ന ജീവിതത്തിൽ നിന്ന് വന്ന
ദാരിദ്ര്യം എന്നുള്ള പറഞ്ഞവർക്ക് പാലിൽ പരക്ലേശ വിവേകമുള്ളൂ. ആ വിവേകം എനിക്കുണ്ടായിരുന്നു. വിൽക്കാനുണ്ടെന്ന സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ആ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, മാലതിക്ക് വിശപ്പിട്ടുണ്ട്. മാലതി വിശപ്പറിഞ്ഞിട്ടുണ്ട്. വിശപ്പ് എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും നേരം ഭക്ഷണം കിട്ടാത്ത വിശപ്പല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന വിശപ്പ്. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോകാം, 5 കോഴ്സ് ഡിന്നറിന് ഓർഡർ ചെയ്യാം, പക്ഷെ രുചിയില്ല, പഴയ വിശപ്പില്ല. ഇപ്പോഴതാണ് നമുക്ക് പഴയ രുചിയില്ല, പഴയ വിശപ്പില്ല. പഴയ വിശപ്പുള്ളവർക്ക് MD ആ വിശപ്പ് മാറ്റാനുള്ള മരുന്നാണ്. ആത്മഹത്യ ചെയ്യുന്നവർക്ക് ആത്മഹത്യ രക്ഷപ്പെടാനുള്ള ഔഷധമാണ്. MD ഇല്ലാത്ത കാലത്ത് MDയുടെ സ്നേഹം മരണമില്ലാതെ നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ ധന്യമായ ദിവസം എനിക്ക് സമ്മാനിച്ചത് നിങ്ങളോടൊക്കെ കടപ്പാടുണ്ട്. ഞാനിങ്ങനെ വൈകാരികമായിട്ടാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. എനിക്ക് വൈകാരികമായിട്ടല്ലാതെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. ഈ മഞ്ചേരിക്കാരുടെ സ്നേഹം ഞാനിതാ അങ്ങനെ അറിയുന്നു. ഇവിടെ 2003 പ്രസംഗം, ഗംഭീര പ്രസംഗം, ഓർമ്മയുണ്ടാവും. 2003 നല്ല പ്രസംഗം, തീരെ പണ്ടോ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച. ഏതായാലും മഞ്ചേരി ഇതിന് ഇഷ്ടമായിരുന്നു, മഞ്ചേരിയിലെ പലരെ ഇഷ്ടമായിരുന്നു. ഒരിക്കലും ഹമീദ് കുട്ടിയോട് കാര്യം പറയാനുള്ളൂ പറഞ്ഞ് ഞാൻ വിളിച്ചു വന്നത്.